രാവിലെ കേൾക്കാറേ ഇല്ല. അച്ഛനമ്മമാരുടെ സ്വരം അപസ്വരം തന്നെയാണ്. ഞാൻ ആരെയും കുറ്റം പറയല്ല, സാധാരണ നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പം നമ്മുടെ കുടുംബത്തിൽ രാവിലെ തന്നെ, പ്രഭാതത്തിൽ തന്നെ അതൊരു അമൃത പ്രഭാതമാക്കി മാറ്റാൻ നമ്മളെ പഠിപ്പിക്കുക. അവരെ അവരുടെ സ്വന്തം കാലിൽ നിർത്താൻ പഠിപ്പിക്കുക. സ്നേഹിച്ചിങ്ങനെ വളർത്തി അവർക്കൊന്നും ചെയ്യാൻ അറിഞ്ഞുകൂടാത്ത ഒരു സ്ഥിതിയിലേക്ക് അവരെ വളർത്തുകയല്ല. രണ്ട് ചേച്ചിമാർക്കും അതോടൊപ്പം ഇന്ന് ഈ സഭയിലിരിക്കുന്ന എല്ലാ മഹത് വ്യക്തികൾക്കും സഹോദരീ സഹോദരങ്ങൾക്കും വിവേകാനന്ദ കേന്ദ്രം കന്യാകുമാരിയുടെ പ്രണാമങ്ങൾ. സത്യത്തിൽ വിവേകാനന്ദ കേന്ദ്രം കന്യാകുമാരി ഈ വേദിയിൽ ഇന്ന് ഒരു പ്രതിനിധിത്വം വഹിക്കുകയാണ്. വളരെ കാലം മുമ്പ് ഒരു കുട്ടി ആയിരിക്കുമ്പോൾ ഈ സദസ്സിൽ ഞാനും നിങ്ങളെപ്പോലെ ഒരു കുട്ടിയായിട്ട് ഇരുന്നിരുന്നു. ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയായിരുന്നു. അപ്പോൾ ഗ്രാൻഡ് പേരൻസിൻ്റെ ഒപ്പം വന്ന് ഇവിടെ ഇരിക്കുമ്പോൾ ആ സമയത്ത് ഒരു പൊട്ടക്കുട്ടിയെ പോലെ അന്ന് ഞാൻ പറഞ്ഞു, എന്നെങ്കിലും ഒരു ദിവസം ഈ വേദിയിൽ ഞാൻ സംസാരിക്കും. പക്ഷെങ്കിൽ ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനെ ഒന്ന് സംഭവിക്കും എന്ന്. കാരണം പലപ്പോഴും നമ്മൾ പലതും പറയും, ചിലതൊക്കെ ശരിക്കും സംഭവിക്കും നമ്മുടെ ജീവിതത്തിൽ. സ്വാമി വിവേകാനന്ദർ പറയുന്നത്, ആസ് യു തിങ്ക് സോ യു ബിക്കം. എന്താണോ നിങ്ങൾ ചിന്തിക്കുന്നത് അത് നിങ്ങൾ ആകും. സ്വാമിജിയുടെ വാക്കുകളിൽ വളരെ ഏറെ അനുഭവിച്ചറിഞ്ഞവളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അന്ന് പറഞ്ഞ കാര്യം, അന്ന് മണ്ണടി പൊന്നമ്മയുടെ പ്രഭാഷണമാണ് ഞാൻ വേദിയിൽ ഇരുന്ന് കേട്ടത്, അതായത് സഭയിലിരുന്ന് കേട്ടത്. ആ സമയത്ത് ഒരുപാട് ആഗ്രഹം തോന്നി, ഇതേപോലെ കാര്യങ്ങൾ പറയുവാൻ നമുക്കും അവസരം ലഭിക്കണം എന്ന്. അന്ന് ഇങ്ങനെ ആയിരുന്നില്ല സദസ്സ്. കസേരകൾ വളരെ കുറച്ചായിരുന്നു, ഒരുപാട് പേര് താഴെ ഇരിക്കും. പക്ഷെങ്കിൽ നമ്മുടെ വേദിയിലും സദസ്സിലും നിറയെ ആൾക്കാരുള്ള ഒരു സദസ്സായിരുന്നു. അന്ന് ഒരുപക്ഷെ അറിയുവാൻ ഒരുപാട് ആഗ്രഹങ്ങളുള്ള മക്കൾ ഒരുമിച്ച് വരും. അവർക്ക് കാര്യങ്ങൾ അറിയണം, കേൾക്കണം. അപ്പോൾ വളരെ ജാഗ്രതയോടുകൂടി, വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ ഇടയിലിരുന്നായിരുന്നു ഞാനും ഈ സഭയിലിരുന്ന് കേട്ടത്. ഇന്ന് ഞാനിവിടെ വരുമ്പോൾ ഒരു ചേട്ടൻ എന്നോട് പറഞ്ഞു, ഇവിടുത്തെ കസേരകളൊക്കെ പ്രബുദ്ധരാണ്, അതുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ വിഷമിക്കണ്ട, നാളെ ഈ കസേരകളൊക്കെ നല്ല പ്രബുദ്ധതയോടുകൂടി കേരളത്തിൽ ജന്മമെടുക്കാൻ സാധ്യതയുണ്ട്. ആയതിനാൽ എന്തെങ്കിലുമൊക്കെ പറയണമെങ്കിൽ അത് പറയണം. കാരണം ഇതിലെല്ലാം ഓരോ ജീവനുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ ഈ കസേരകളൊക്കെ അതിനു വേണ്ടി നല്ല ഒരു പ്രചോദനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം ഞാൻ ഈ ക്യാമ്പസിലേക്ക് വരുമ്പോൾ ചുറ്റുപാടും നോക്കി, എത്രയോ ആയിരങ്ങൾ ചുറ്റുപാടും നടക്കുന്നുണ്ട്. പക്ഷെങ്കിൽ ഇവിടെ വരുമ്പോൾ നമ്മുടെ കസേരകളൊക്കെ തന്നെ പ്രബുദ്ധരായ കസേരകൾ സ്വസ്ഥമായിട്ട് അങ്ങനെ ആരുടെയും ഭാരമില്ലാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത്. തെറ്റൊന്നുമില്ല, ഇതും നമുക്ക് ആവശ്യമാണ്. ഇനിയും ഈ കസേരകളൊക്കെ പ്രബുദ്ധരായി വളരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങട്ടെ. 112ാമത് ഈ ഹിന്ദു മത സമ്മേളനത്തിൽ, മഹാമണ്ഡലത്തിൽ ഞാനൊരു വിവേകാനന്ദ കേന്ദ്രം എന്ന ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ, ഒരു സ്ഥാപനത്തിൻ്റെ പ്രതിനിധിത്വം വഹിച്ചുകൊണ്ടാണ് ഇന്ന് നിങ്ങളുടെയൊക്കെ മുമ്പിൽ ഇവിടെ വന്നത്. ഈ ഒരു സ്ഥാപനത്തിൽ ചേച്ചി പറഞ്ഞതുപോലെ വിവേകാനന്ദ സ്വാമികളുമായിട്ടൊരു വലിയ സംബന്ധമുണ്ട്, ഒരു കണക്ഷനുണ്ട്. കാരണം സ്വാമി വിവേകാനന്ദനെ പറ്റി പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ, അതായത് കേരളത്തിൽ സാധാരണ മനുഷ്യർ പറയുന്നത് സ്വാമി വിവേകാനന്ദൻ കേരളം ഒരു ഭ്രാന്താലയം എന്ന് പറഞ്ഞു എന്ന ഒരു വിഷയം മാത്രമാണ് സംസാരിക്കപ്പെടുന്നത്.
പക്ഷെങ്കിൽ സ്വാമി വിവേകാനന്ദ സ്വാമികൾ ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മുടെ കേരളത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. കാരണം കേരളത്തിൽ വന്നപ്പോൾ ഇവിടുത്തെ സ്ത്രീകൾ സ്വാമിജിയോട് സംസ്കൃത ഭാഷയിൽ സംവദിച്ചു. സ്വാമിജി പറയുന്നത് ഭാരതമെമ്പാടും നടന്നെങ്കിലും സംസ്കൃതം നന്നായി പഠിക്കുന്നവരാണെങ്കിൽ തന്നെയും ഇത്ര സുന്ദരമായിട്ട് സ്വാമിജിയോട് സംസ്കൃത ഭാഷയിൽ കേരളത്തിൽ നിന്നല്ലാതെ ആരും സംസാരിച്ചിട്ടില്ല. അതും സ്ത്രീകൾ, അതായത് കേരളത്തിലെ സ്ത്രീകൾ സ്വാമി വിവേകാനന്ദനോട് സംസ്കൃത ഭാഷയിൽ സംവദിച്ചു. സ്വാമിജി വളരെ സന്തോഷവാനായിരുന്നു. മാത്രമല്ല ചേച്ചി പറഞ്ഞതുപോലെ തന്നെ ചട്ടമ്പി സ്വാമികൾക്ക് ചിന്മുദ്രയുടെ രഹസ്യം പറഞ്ഞു കൊടുത്തത്, സ്വാമി വിവേകാനന്ദന് പറഞ്ഞു കൊടുത്തത് ചട്ടമ്പി സ്വാമികളായിരുന്നു. കാരണം സ്വാമിജിക്ക് അതേപ്പറ്റി അറിയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു സദസ്സിൽ സ്വാമി വിവേകാനന്ദനുമായി സംബന്ധമുള്ള ഒരു സംഘടനയുടെ പ്രതിനിധിത്വം വഹിച്ച് ഇതിൻ്റെ ഉദ്ഘാടന ദിവസം തന്നെ വിവേകാനന്ദ കേന്ദ്രം കന്യാകുമാരിയുടെ ഒരു പ്രതിനിധിത്വം ഈ സഭയിൽ ഉണ്ടാകുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ വിവേകാനന്ദ കേന്ദ്രം എന്ന ആ ഒരു വലിയ സ്ഥാപനത്തിൻ്റെ ഒരു പ്രതിനിധി എന്ന സ്ഥിതിക്ക് വിവേകാനന്ദ ശിലാസ്മാരകത്തെ പറ്റി നമുക്കൊക്കെ അറിവുള്ളതാണ്. കാരണം സ്വാമി വിവേകാനന്ദൻ ഭാരതമെമ്പാടും സഞ്ചരിച്ചതിന് ശേഷം കന്യാകുമാരിയിൽ വന്നെത്തുന്നതും ആ സാഗരത്തിൻ്റെ നടുക്കുള്ള ആ പാറയിലിരുന്ന്, അതായത് ശ്രീപാദപ്പാറ എന്ന് അറിയപ്പെട്ടിരുന്ന ആ പാറയിലിരുന്നാണ് വിവേകാനന്ദ സ്വാമികൾ തപസ് ചെയ്തത്, അല്ലെങ്കിൽ ധ്യാനം ചെയ്തത്. ആ ധ്യാനത്തിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് സ്വന്തം മുക്തിക്ക് വേണ്ടി ആയിരുന്നില്ല, സ്വന്തത്തിന് വേണ്ടി ആയിരുന്നില്ല, മറിച്ച് അദ്ദേഹം അറിഞ്ഞിരുന്ന ഭാരതം, ആ ഭാരതത്തിൻ്റെ സംസ്കാരം, ആ സമയത്ത് നടന്നുകൊണ്ടിരുന്ന ഈ ഭാരതം എങ്ങനെയായിരുന്നു, ഭാരതത്തിൻ്റെ അതീതം എങ്ങനെയാണ് ഇന്ന് ഭാരതം പോകുന്നത്, വരാൻ പോകുന്ന ഭാരതം, അതായത് ഭാവി ഭാരതം എങ്ങനെ ആയിരിക്കണം, ഒരു സമർത്ഥ ഭാരതം, അതായത് സമർത്ഥ സംസ്കാരമുള്ള ഒരു ഭാരതം അതെങ്ങനെ വളർത്തിയെടുക്കണം, ആ ചിന്തയായിരുന്നു സ്വാമി വിവേകാനന്ദൻ്റെ ധ്യാനം തന്നെ. അദ്ദേഹം എഴുതിയിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ പറയുകയാണെങ്കിൽ, സിറ്റിംഗ് ഇൻ ദ ലാസ്റ്റ് ബിറ്റ് ഓഫ് ദ ഇന്ത്യൻ റോക്ക് ഐ ഹിറ്റ് അപ്പോൺ ആൻ ഐഡിയ എന്നാണ് സ്വാമിജി പറയുന്നത്. അതായത് ഭാരതം മുഴുവനും സഞ്ചരിച്ചു വന്ന് നമ്മുടെ ഭാരതത്തിൻ്റെ ഏറ്റവും താഴെ വന്ന് ഈ സമുദ്രത്തിൻ്റെ ഇടയിലുള്ള ആ പാറയുടെ മുകളിലിരുന്ന് സ്വാമിജി എന്താണ് ഭാരതത്തിന് വേണ്ടി ചെയ്യേണ്ടത് എന്ന ആ ചിന്തയിൽ മുഴുകിയിരിക്കുമ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ ഐഡിയയാണ്, മറ്റൊന്നുമല്ല അദ്ദേഹത്തിന് ചെയ്യേണ്ടത്. അദ്ദേഹത്തിൻ്റെ ഗുരു അദ്ദേഹത്തിനോട് പറഞ്ഞിരുന്നു, സ്വന്തം മോക്ഷത്തിന് വേണ്ടി ജീവിക്കരുത് നരേന്ദ്ര, നീ ഈ അമ്മയുടെ വേല ചെയ്യണം, നീ ഒരു വടവൃക്ഷമായി വളർന്ന് പലർക്കും തണലേകണം എന്ന് ഗുരുജി പറഞ്ഞിരുന്നു. അതായത് ശ്രീരാമകൃഷ്ണ പരമഹംസദേവൻ പറഞ്ഞിരുന്നു. അപ്പൊ ആ അമ്മ ആരാണ്? അത് മറ്റാരുമല്ല, ഭാരതാംബയാണ്. ഭാരതത്തിൻ്റെ സംസ്കാരം വളർത്തണം. കാരണം ആ സമയത്ത് നമ്മളൊക്കെ അടിമകളായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ചിന്താഗതികളും അടിമത്വത്തിലുള്ളതായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള അടിമത്വത്തിലുള്ള ഒരു ഭാരതത്തെ വളർത്താൻ, അവരുടെ ആത്മവിശ്വാസം തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടിയാണ് ചെയ്യേണ്ടത്, വേല ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ സ്വാഭിമാനം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന് സ്വാമിജിക്ക് ഈ പാറയിൽ, അതായത് നമ്മൾ ശ്രീപാദപ്പാറ പിന്നീട് വിവേകാനന്ദ പാറയായി മാറി. ഇപ്പോൾ അത് വിവേകാനന്ദ പാറ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കാരണം അവിടെയാണ് ദേവി കന്യാകുമാരി ഒറ്റക്കാലിൽ തപസ് ചെയ്തിരുന്നത്. അപ്പോൾ ആ പാറയിലിരുന്നാണ് സ്വാമിജി ഈ ഐഡിയ അദ്ദേഹത്തിന് മനസ്സിലായത്. ഏത് അമ്മയുടെ വേലയാണ് ചെയ്യേണ്ടത്? അത് മറ്റാരുമല്ല, ഭാരതാംബയുടെ വേലയാണ് ചെയ്യേണ്ടത്. അങ്ങനെയാണ് സ്വാമിജിയുടെ ആ തപസ് ചെയ്ത, അല്ലെങ്കിൽ സ്വാമിജി ധ്യാനം ചെയ്ത അവിടെ ഒരു മഹാഹർമ്മ്യം ഉയർത്തണം. ആ മഹാഹർമ്മ്യം എന്ന് പറഞ്ഞാൽ സ്വാമിജിയുടെ 100ാം ജന്മശതാബ്ദി നമ്മൾ ആഘോഷിക്കുമ്പോൾ അവിടെ സ്വാമിജിയുടെ ഒരു സ്മാരകം കൊണ്ടുവരണം. അങ്ങനെ 1964 വർഷങ്ങളിലാണ് ഈ ചർച്ചകൾ നടക്കുന്നത്. സ്വാമിജിയുടെ സ്മാരകം കൊണ്ടുവരാനുള്ള ചർച്ച നടക്കുമ്പോൾ തന്നെ അവിടെ ഒരു കൂട്ടം ആൾക്കാർ, അതിലും നമ്മുടെ കേരളത്തിനൊരു വലിയ പങ്കുണ്ട്. അതായത് നമുക്കെല്ലാവർക്കും അറിയാം,
നമ്മുടെ ഈ ശിലാസ്മാരകം കൊണ്ടുവരുവാൻ വേണ്ടി സ്വാമിജിയുടെ ജന്മശതാബ്ദി ആഘോഷിക്കുമ്പോൾ ഈ പാറയുടെ മുകളിൽ അദ്ദേഹത്തിന് വേണ്ടി ഒരു സ്മാരകം ഉയർത്തണം, ഈ ചിന്താഗതി നമ്മുടെ കന്യാകുമാരിയിൽ നടക്കുമ്പോൾ അവിടെ ഒരു ചെറിയ കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടു ഇതൊക്കെ ചെയ്യാൻ വേണ്ടി. ആ കമ്മിറ്റി കാര്യങ്ങൾ മുമ്പോട്ട് വെക്കാൻ തുടങ്ങിയപ്പോൾ അതിന് ഒരുപാട് എതിർപ്പുകൾ വന്നു, വെല്ലുവിളികൾ വന്നു. ആ വെല്ലുവിളികളെ നേരിടാൻ ശക്തമായ ഒരു കമ്മിറ്റി ആ സമയത്ത് രൂപീകരിക്കാൻ ശ്രമിച്ചെങ്കിലും അത് പല വെല്ലുവിളികളുടെ മുമ്പിൽ അശക്തരായി തീരുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത്. ആ സമയത്ത് മന്നത്ത് പത്മനാഭനെ പോലെയുള്ള ആൾക്കാർ ചിന്തിക്കാൻ തുടങ്ങി, എങ്ങനെ നമുക്ക് ഇവിടെ ഈ സ്മാരകം ഉയർത്താൻ പറ്റും. അങ്ങനെ ആ കമ്മിറ്റി മറ്റുള്ള ആൾക്കാരുമായി ചർച്ച ചെയ്ത് അവസാനം ഗുരുജി ഗോൾവാൾക്കറിൽ എത്തുകയാണ്. സർസംഘചാലക്കായിരുന്ന ഗുരുജി ഗോൾവാൾക്കറിൽ അവിടെ ചെന്ന് സംസാരിക്കുമ്പോഴാണ് ഏകനാഥ്ജി റാനഡെ എന്ന് പറയുന്ന ഒരു വ്യക്തിത്വത്തിന് ഈ ഒരു ദൗത്യം ഏറ്റെടുക്കുവാനുള്ള ആ ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നത്. അതായത് മഹാരാഷ്ട്രയിൽ ജനിച്ചു വളർന്ന ഏകനാഥ്ജി റാനഡെ എന്ന ഒരു വ്യക്തിത്വത്തെ ബംഗാളിൽ ജനിച്ചു വളർന്ന സ്വാമി വിവേകാനന്ദന്റെ ഒരു സ്മാരകം തമിഴ്നാട്ടിൽ ഉയർത്തുവാൻ ആ ഒരു കണക്ഷൻ നമ്മൾ ചിന്തിക്കുമ്പോൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് ഏകനാഥ്ജി റാനഡെ എന്ന വ്യക്തിത്വം നമ്മുടെ കന്യാകുമാരിയിൽ എത്തുന്നത്. ആ കന്യാകുമാരിയിൽ ഉള്ള പാറയുടെ കഥകൾ നിങ്ങൾക്ക് പുസ്തകത്തിൽ വായിക്കാം. കാരണം സ്റ്റോറി ഓഫ് വിവേകാനന്ദ റോക്ക് മെമ്മോറിയൽ, വിവേകാനന്ദ പാറയുടെ ഇതിഹാസവും കഥയും നമുക്ക് മലയാളത്തിലും ഇന്ന് ഉപലബ്ധമാണ്, വായിക്കാൻ നമുക്ക് കിട്ടും. നമ്മൾ വിവേകാനന്ദ പാറ സന്ദർശിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് വായിച്ചിരിക്കണം. അപ്പോൾ ആ വിവേകാനന്ദ ശിലാസ്മാരകം 1970 നമ്മുടെ നാടിന് വേണ്ടി സമർപ്പിച്ചത്. അങ്ങനെ 1972 ഒരു സംഘടന രൂപീകരിക്കപ്പെട്ടു. സ്വാമി വിവേകാനന്ദൻ പറയുമായിരുന്നു, നമുക്ക് ഒരു സംഘടന വേണം. എങ്ങനെയുള്ള സംഘടനയായിരിക്കണം? അതില് 100,000 men and women fired with the zeal of holiness എന്ന് സ്വാമിജി പറയുമായിരുന്നു. ഒരുപാട് യുവാക്കള് അവരുടെ മനസ്സ് മുഴുവനും ഈ ദേശത്തിൻ്റെ സംസ്കാരത്തെ ഉയർത്തുവാനും ഈ ദേശവാസികളുടെ ആത്മവിശ്വാസത്തെ ഉയർത്തുവാനുമുള്ള ഒരുപാട് യുവാക്കൾ വരണം. അവരവരുടെ ജീവിതം ഈ ദേശത്തിനു വേണ്ടി സമർപ്പിക്കണം. എങ്കിൽ മാത്രമേ ഈ ദേശത്തെ നമുക്ക് നിലനിർത്തുവാൻ സാധിക്കുകയുള്ളൂ. എല്ലാവരും അവരവർക്ക് വേണ്ടി മാത്രം ജീവിച്ചു കഴിഞ്ഞാൽ ഈ ദേശത്തിനെ ഉയർത്തുവാൻ സാധിക്കില്ല. നിസ്വാർത്ഥരായ കുറച്ചെങ്കിലും യുവാക്കൾ അവരുടെ ഒരു ജീവിതം ഈ ദേശത്തിൻ്റെ സംസ്കാരം ഉയർത്തുവാൻ വേണ്ടിയും ഈ ദേശത്തിൻ്റെ ആൾക്കാരുടെ ആത്മവിശ്വാസം ഉയർത്തുവാൻ വേണ്ടിയും അവരുടെ ജീവിതം സമർപ്പിക്കണം. അങ്ങനെയുള്ള, അതായത് അവർ ഫയർഡ് വിത്ത് ദ ജീൽ ഓഫ് ഹോളിനെസ് എന്നാണ് പറഞ്ഞത്. അതായത് പവിത്ര മനസ്സോടുകൂടി, മറ്റൊന്നും ചിന്തിക്കാതെ, സ്വന്തത്തിന് വേണ്ടി ചിന്തിക്കാതെ. കാരണം സ്വാമി വിവേകാനന്ദൻ എന്താണ് പറഞ്ഞത്? ദേ അലോൺ ലിവ് ഹു ലിവ് ഫോർ അതേഴ്സ്, ദ റെസ്റ്റ് ആർ മോർ ഡെഡ് ദാൻ അലൈവ്. അതായത് ആരാണ് യഥാർത്ഥത്തിൽ ഒരു ജീവിതം ജീവിക്കുന്നത്? അവര് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോൾ, നമുക്ക് സ്വന്തത്തിന് വേണ്ടി മാത്രമല്ല മറ്റുള്ളവർക്ക് വേണ്ടിയും കൂടി നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം യഥാർത്ഥത്തിൽ ധന്യമാകുന്നത്. അങ്ങനെ ജീവിക്കുന്ന കുറച്ചെങ്കിലും യുവാക്കൾ അവരുടെ ജീവിതം ഈ ദേശത്തിനായിട്ട്, ദേശത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടി സമർപ്പിക്കണം. അങ്ങനെയാണ് ഏകനാഥ്ജി റാനഡെ എന്ന മഹാനായ വ്യക്തി 1970 വിവേകാനന്ദ ശിലാസ്മാരകം ദേശത്തിന് സമർപ്പിച്ചതിന് ശേഷം 1972 വിവേകാനന്ദ കേന്ദ്രം എന്ന ഒരു സ്ഥാപനത്തിന് ഒരു ചുവട് മുമ്പോട്ട് വെച്ചത്. അങ്ങനെ ആ വിവേകാനന്ദ കേന്ദ്രം എന്ന സ്ഥാപനം സ്വാമി വിവേകാനന്ദന്റെ സന്ദേശങ്ങൾ എടുത്തുകൊണ്ട്, ഇപ്പോൾ ചേച്ചി ഇവിടെ ഉദ്ധരിക്കുകയുണ്ടായി, വ്യക്തി നിർമ്മാണത്തിലൂടെ രാഷ്ട്ര പുനരുത്ഥാനം. നമ്മുടെ ഓരോ വ്യക്തിത്വങ്ങളും നന്നാവണം. എങ്കിൽ മാത്രമേ നമ്മുടെ കുടുംബങ്ങൾ നന്നാവൂ. കുടുംബങ്ങൾ നന്നായാൽ മാത്രമേ നമ്മുടെ സമൂഹം നന്നാവൂ. സമൂഹം നന്നായാൽ മാത്രമേ ഈ രാഷ്ട്രം നന്നാവൂ. അപ്പോൾ ആ ഒരു സന്ദേശം, സ്വാമി വിവേകാനന്ദന്റെ ആ സന്ദേശം എടുത്തിട്ടാണ് വിവേകാനന്ദ കേന്ദ്രം എന്ന സ്ഥാപനം നമ്മുടെ ദേശത്തിന് വേണ്ടി സേവനം അനുഷ്ഠിക്കുന്നത്. അപ്പോൾ ഈ സ്ഥാപനം 1972 തുടങ്ങി ഇന്ന് 50 വർഷം പിന്നിട്ടിരിക്കുന്നു. ദേശസേവനത്തിനായി ദേശമെമ്പാടും ഒരു 1300ഓളം സെന്ററുകൾ ദേശമെമ്പാടുമുണ്ട്. ഭാഗ്യമോ ദുർഭാഗ്യമോ എന്നെനിക്കറിഞ്ഞുകൂടാ, നമ്മുടെ കേരളത്തിൽ മാത്രം വിവേകാനന്ദ കേന്ദ്രത്തിന്
അധികം സെൻ്ററുകളില്ല. നമുക്ക് കൊടുങ്ങല്ലൂർ ഒരു സെൻ്ററും തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ ഒരു സെൻ്ററാണുള്ളത്. ഇപ്പോൾ വിവേകാനന്ദ കേന്ദ്രത്തിൻ്റെ ആക്ടിവിറ്റികൾ നമ്മുടെ കേരളത്തിലും പതുക്കെ ചലിച്ചു തുടങ്ങി. അങ്ങനെ പത്തനംതിട്ട ജില്ലയുടെയും കോട്ടയം ജില്ലയുടെയും കോർഡിനേറ്ററായ വിവേക്ജിയാണ് എനിക്ക് ഇവിടെ വരാനുള്ള ഒരു സന്ദർഭം ഒരുക്കി തന്നത്, നമ്മുടെ രാജഗോപാൽജിയോടുകൂടി. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഞാൻ തുടക്കത്തിൽ തന്നെ കൃതജ്ഞത അറിയിക്കുന്നു. കാരണം ഇങ്ങനെ ഒരു വേദിയിൽ വരുവാനും നിങ്ങളെയൊക്കെ കാണുവാനുമുള്ള ഒരു അവസരം ഒരുക്കി തന്നതിന്. ഈ 50-ാം വർഷം പിന്നിടുമ്പോൾ വിവേകാനന്ദ കേന്ദ്രത്തിൻ്റെ ശുഭചിന്തകരും അതിനുവേണ്ടി ജീവിതം സമർപ്പിച്ച കുറേ യുവതി യുവാക്കളും എല്ലാവരും കൂടിയിരുന്ന് ചിന്തിച്ചു, നമ്മുടെ നാടിന് എല്ലാം ഉണ്ട്, എല്ലാം ഉള്ള ഒരു നാടാണ് ഈ നാട്. എന്നിട്ടും പലതും നമ്മൾക്ക് മിസ്സാകുന്നു. നമുക്കിവിടെ ഇന്നും നമ്മുടെ ജീവിതത്തിൻ്റെ ഉന്നതിയിലേക്ക് നമ്മളെ പിടിച്ചുയർത്താൻ സാധിക്കുന്നില്ല. അധപ്പതനത്തിന് എന്താണ് കാരണം? അങ്ങനെയുള്ള ചിന്തകൾ വന്നപ്പോഴാണ് മനസ്സിലായത്, നമ്മുടെയൊക്കെ കുടുംബങ്ങൾ നന്നാവണം. അതായത് നല്ല കുടുംബങ്ങളാണെങ്കിൽ നല്ല കുഞ്ഞുങ്ങൾ ജനിക്കും. നല്ല കുഞ്ഞുങ്ങൾ ജനിച്ചാൽ മാത്രമേ നല്ല കാര്യങ്ങൾ ദേശത്ത് നമുക്ക് കൊണ്ടുപോകുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള നല്ല കുടുംബങ്ങളുടെ ഒരു കൂട്ടായ്മ കൊണ്ടുവരണം. അതിനുവേണ്ടി വിവേകാനന്ദ കേന്ദ്രം മുന്നോട്ട് വച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഈ 50-ാം വർഷം പിന്നിടുമ്പോൾ അമൃത കുടുംബ സങ്കല്പം. അങ്ങനെ ആ വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് കുറച്ചെങ്കിലും കാര്യങ്ങൾ പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ സംസാരിക്കാൻ പോകുന്ന വിഷയത്തിൽ പല കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ മനസ്സിലേക്കൊന്ന് നോട്ട് ചെയ്തെടുക്കാൻ സാധിച്ചാൽ, അതല്ല നമുക്കറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, പക്ഷെ അതേപ്പറ്റി നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ അതൊന്ന് വയ്ക്കുവാൻ നമ്മളെ കൊണ്ട് സാധിച്ചാൽ അത് വലിയൊരു ഉപകാരമുള്ള കാര്യമാവും. കാരണം ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന നമ്മുടെ കുടുംബത്തിലെ പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കേണ്ടതായ നമ്മുടെ സംസ്കാരങ്ങളും മെല്ലെ മെല്ലെ അതിനൊരു നമ്മൾ പറയില്ല ലെസ് ഇമ്പോർട്ടൻസ്, അതിനെത്ര വലിയൊരു പ്രാധാന്യം നമ്മൾ കൊടുക്കാറില്ല. അപ്പോൾ എങ്ങനെ ആ പ്രാധാന്യങ്ങൾ നമ്മുടെ കുടുംബത്തിലെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുവാൻ സാധിക്കും? അങ്ങനെയുള്ള വിഷയങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുകയും ആ വിഷയങ്ങൾ നമ്മുടെ കുടുംബങ്ങളിലേക്ക് പകർത്തി കൊടുക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ അതിൽ ഒരു കുടുംബം എന്ന് പറയുമ്പോൾ അതിലുള്ള എല്ലാവരും, ഒരു കുടുംബത്തിൽ വസിക്കുന്ന എല്ലാവരുടെ അകത്ത് ഒരു ചിട്ടയോടുകൂടിയുള്ള ഒരു ജീവിതം നമ്മുടെ കുടുംബങ്ങളിൽ ഇന്ന് ആവശ്യമാണ്, അല്ലേ? നമ്മുടെ കുടുംബമൊക്കെ അമൃത കുടുംബങ്ങളാവണം. അമൃതം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് മൃതമല്ലാത്തത്, അതായത് ജീവനുള്ളത്, അല്ലേ? സ്പന്ദനമുണ്ട്, അതിനകത്ത് ക്രിയേറ്റിവിറ്റി ഉണ്ട്, അതിൽ നല്ല കാര്യങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ നമ്മുടെ കുടുംബങ്ങൾ മൃതമാകാതിരിക്കുക, അമൃതമാകണം. അപ്പോൾ അമൃതമാകണമെങ്കിൽ ആദ്യമായിട്ട് നമുക്കറിയേണ്ട ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. എല്ലാവരും ഇതിനെ ഒന്ന് ശ്രദ്ധയോട് കേട്ട് നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ നോട്ട് ബുക്ക് ഉണ്ടെങ്കിൽ അതിലൊന്ന് നോട്ട് ചെയ്യുവാൻ തീർച്ചയായിട്ടും ശ്രമിച്ചാൽ വളരെ നന്നായിരിക്കും. ഞാൻ പറയാൻ പോകുന്ന അമൃത കുടുംബത്തിലെ ആദ്യത്തെ ഒരു വിഷയമാണ് അമൃത പ്രഭാതം. നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ പ്രഭാതങ്ങൾ, നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ പ്രഭാതങ്ങൾ അമൃതമാണോ? അമൃത പ്രഭാതം, അതായത് നമ്മുടെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എങ്ങനെയാണ് കുടുംബ അന്തരീക്ഷം, അതെങ്ങനെ ആയിരിക്കണം, എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്കറിയേണ്ടത്? ഒരു കുടുംബം നന്നായിരിക്കണമെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ പ്രഭാതം അമൃതമാകണം എന്ന് പറയുമ്പോൾ രാവിലെ എഴുന്നേൽക്കുന്നതിന് ഒരു നിശ്ചിത സമയം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവണം. എപ്പോഴെങ്കിലും എഴുന്നേൽക്കുക, എപ്പോഴെങ്കിലും കഴിക്കുക, എന്തെങ്കിലും ചെയ്യുക, ഇങ്ങനെ അല്ലാതെ നമുക്കൊരു നിശ്ചിത സമയം. അതുപോലെ തന്നെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, ഒരുമിച്ച് ചേരുക. അതായത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ആ കുടുംബത്ത് ഒരു ശാന്തിയുടെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക. അച്ഛനമ്മമാര് സംസാരിക്കുമ്പോൾ, കുഞ്ഞുങ്ങളോട് സംസാരിക്കുമ്പോൾ, ഇപ്പം ഞാൻ നമ്മുടെ ദേശത്തിൻ്റെ പല ഭാഗങ്ങളിൽ പോകാറുണ്ട്. ചില വീടുകളിൽ ചെന്നാൽ വളരെ ശാന്തമായ അന്തരീക്ഷമാണ്. രാവിലെ എഴുന്നേറ്റ് കുളിക്കുന്നതും നനയ്ക്കുന്നതും അടുക്കളയിൽ ജോലി ചെയ്യുന്നതൊന്നും നമുക്കൊരു സൗണ്ട് പോലും കേൾക്കാൻ കിട്ടില്ല. പക്ഷെങ്കിൽ ചില വീടുകളിൽ ചെന്നാൽ
അതിൻ്റെ ഓപ്പോസിറ്റാണ്. അതായത് അമ്മ തന്നെ രാവിലത്തെ, അതായത് ഏത് സ്വരം എപ്പോൾ ഉപയോഗിക്കണം എന്നൊന്നും ചിന്തയില്ലാതെ അത് തന്നെ രാവിലെ തന്നെ തുടങ്ങുന്നത് ഒരു വലിയ സൗണ്ടോടുകൂടി ആയിരിക്കും. അതായത് കുഞ്ഞുങ്ങളെ ഉണർത്തുന്ന സൗണ്ട്, അമ്മയുടെ ശബ്ദം, അതിൽ മയമൊന്നുമില്ല, ഒരു വല്ലാത്ത സ്വരമായിരിക്കും പലപ്പോഴും. അതിൻ്റെ പുറകെ കാരണമുണ്ട്, അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതിൻ്റെ ഇടയ്ക്കായിരിക്കും ഇവരൊക്കെ എഴുന്നേൽപ്പിക്കേണ്ടത്, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ വരും. പക്ഷെങ്കിൽ നമ്മുടെ കുടുംബം രാവിലെ തന്നെ ശാന്തമാക്കാൻ നമ്മൾ ശ്രമിക്കുക. വേണ്ടാത്ത അപസ്വരങ്ങൾ എന്ന് പറയാറില്ലേ, അപസ്വരങ്ങൾ വരാതിരിക്കുക. നമ്മുടെ സ്വരം മാധുര്യമുള്ളതാവട്ടെ, വളരെ നല്ല രീതിയിൽ സംസാരിക്കാൻ. കാരണം കുഞ്ഞുങ്ങൾക്ക് തോന്നുന്നത്, ഇപ്പോൾ പല കുഞ്ഞുങ്ങളോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് എന്തെങ്കിലും കാര്യം സാധിക്കണമെങ്കിൽ അലച്ച് വിളിച്ച് ഉറക്കെ പറഞ്ഞെങ്കിലേ സാധിക്കൂ. കാരണം ചെറുപ്പത്തിലേ പഠിച്ചതാ. കാരണം അവര് രാവിലെ കേൾക്കാറേ ഇല്ല. അച്ഛനമ്മമാരുടെ സ്വരം അപസ്വരം തന്നെയാണ്. ഞാൻ ആരെയും കുറ്റം പറയല്ല, സാധാരണ നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമ്മുടെ കുടുംബത്തിൽ രാവിലെ തന്നെ, പ്രഭാതത്തിൽ തന്നെ അതൊരു അമൃത പ്രഭാതമാക്കി മാറ്റാൻ നമ്മളെ കൊണ്ട് സാധിക്കുമോ? സാധിക്കും, തീർച്ചയായിട്ടും. പക്ഷെ അതിനുവേണ്ടി നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് കുടുംബത്തിൽ ചില സിസ്റ്റം കൊണ്ടുവരണം, ചിട്ടവട്ടങ്ങൾ കൊണ്ടുവരണം. രാവിലെ എഴുന്നേൽക്കുന്ന സമയം കുഞ്ഞുങ്ങളെ അവരുടെ രീതിയിൽ അവരെ വളർത്തിയെടുക്കാൻ ചെറുപ്പകാലത്തിൽ തന്നെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക. അവരെ അവരുടെ സ്വന്തം കാലിൽ നിർത്താൻ പഠിപ്പിക്കുക. കാരണം നമ്മളൊന്നും കുഞ്ഞുങ്ങളെ കൊണ്ട് വേല ചെയ്യിപ്പിക്കില്ല. ഞാൻ ഒരുപാട് കാലം അരുണാചൽ പ്രദേശിൽ വേല ചെയ്തു. അവിടെ ഞാൻ കണ്ടു, കുഞ്ഞുങ്ങളെ വളർത്തുന്നത് തന്നെ ഒരു പ്രത്യേക രീതിയിലാണ്. അവർക്ക് എല്ലാവിധമായ ട്രെയിനിങ്ങും കൊടുക്കും. ഇതിൽ നിന്ന് എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ, വെല്ലുവിളികൾ വരുമ്പോൾ അതിനെ നേരിടാനുള്ള ശക്തി അവർക്ക് ചെറുപ്പത്തിൽ തന്നെ കിട്ടും. അവരെ ഒരു റഫ് ആൻഡ് ടഫായിട്ടാണ് വളർത്തുന്നത്. അല്ലാതെ നമ്മളെപ്പോഴും എന്താ പറയുന്നത്, ഒരുമാതിരി സ്നേഹിച്ചിങ്ങനെ വളർത്തി അവർക്കൊന്നും ചെയ്യാൻ അറിഞ്ഞുകൂടാത്തൊരു സ്ഥിതിയിലേക്ക് അവരെ വളർത്തുകയല്ല, മറിച്ച് അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ അവരെ ചെയ്യാൻ പഠിപ്പിക്കും. ഇതൊക്കെ ചെയ്യുമ്പോൾ അമ്മയും അച്ഛനും ഉപയോഗിക്കുന്ന വാക്കുകൾ അത് വളരെ ശക്തമായതായിരിക്കണം, അതോടൊപ്പം മാധുര്യമുള്ളതായിരിക്കണം, അതോടൊപ്പം അമൃതമായിരിക്കണം. അത് അവരെ കൊല്ലുന്നതാകരുത്. അച്ഛനോ അമ്മയോ കുഞ്ഞുങ്ങളെ രാവിലെ തന്നെ വേണ്ടാത്ത വാക്കുകളിലൂടെ വിളിക്കുകയാണെങ്കിൽ, ശപിക്കുകയാണെങ്കിൽ തീർച്ചപ്പെടുത്തിക്കോളൂ, ആ കുഞ്ഞിൻ്റെ ജീവിതം വളരെ കഷ്ടമായിരിക്കും. അതാണ് നമുക്ക് വരുന്ന ഒരു വലിയ തെറ്റ്. അപ്പോൾ നമ്മുടെ പ്രഭാതം അമൃതമാക്കാൻ ശ്രമിക്കുക. രാവിലെ എങ്ങനെയായിരിക്കണം നമ്മുടെ വീടിൻ്റെ അന്തരീക്ഷം? സമാധാനത്തോടും ശാന്തിയോടും കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുമോ? ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ അമ്മയുടെ മനസ്സ് എങ്ങനെ ആയിരിക്കണം? ആ മനസ്സാണ് കുഞ്ഞുങ്ങളുടെ ഭക്ഷണത്തിലൂടെ അവരുടെ സിസ്റ്റത്തിലേക്ക് പോകാൻ പോകുന്നത്. അതെങ്ങനെയായിരിക്കണം? അമ്മമാർ കുറ്റം പറയുവാണെന്ന് വിചാരിക്കരുതേ, കാരണം ഇത് നമ്മുടെ ആവശ്യമാണ്. അങ്ങനെ ഒരു നല്ല അമൃത പ്രഭാതം നമ്മുടെ കുടുംബത്തുണ്ടാവണം. അമൃത ചർച്ച, അതായത് നമ്മുടെ കുടുംബങ്ങളിൽ രണ്ടാമത്തെ വിഷയമാണ് അമൃത ചർച്ച. നല്ല വിഷയങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ ചർച്ച ചെയ്യപ്പെടണം. എന്ത് വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്? കാരണം കുഞ്ഞുങ്ങൾ കേൾക്കുന്നത് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളാണ്. അപ്പോൾ അത് നല്ല വിഷയങ്ങളാണെങ്കിൽ, അത് അവർക്ക് ശക്തി കൊടുക്കുന്ന വിഷയങ്ങളാണെങ്കിൽ, അവരെ നേർവഴി കാണിക്കുന്ന വിഷയങ്ങളാണെങ്കിൽ ഏറ്റവും നന്ന്. കാരണം ഇപ്പം നമുക്ക് നമ്മുടെ TV തുറക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പർ എടുക്കുമ്പോഴോ ഒക്കെ കിട്ടുന്നത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. സകാരാത്മകമായ നല്ല പോസിറ്റീവ് വിചാരങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. ഞാൻ പറഞ്ഞില്ലേ, ആസ് യു തിങ്ക് സോ യു ബിക്കം. എന്താണോ നിങ്ങൾ ചിന്തിക്കുന്നത് അത് നിങ്ങളാകും. അപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയം അമൃതമാകണം, അവർക്ക് ശക്തി കൊടുക്കുന്നതാകണം, അവരുടെ ശരീരത്തിനും മനസ്സിനും ബുദ്ധിക്കും ഒക്കെ വളർച്ച കൊടുക്കുന്നതാവണം, പോസിറ്റീവ് ആകണം. അപ്പോൾ അവരുടെ ജീവിതത്തിൽ അവർക്ക് മനസ്സിലാകും എന്ത് ചെയ്യണം, എന്ത് ചെയ്തുകൂടാ. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന ചർച്ചകൾ, കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് വരുന്നു, അച്ഛനമ്മമാര് എന്താണ് ചർച്ച ചെയ്യുന്നത്? ഗുരുജനങ്ങളെ പറ്റി എന്താണ് ചർച്ച നടത്തുന്നത്? കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ച് എന്ത് ചർച്ച ചെയ്യണം, എന്ത് ചെയ്തുകൂടാ? ഇപ്പോൾ പലപ്പോഴും കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവർക്ക് കിട്ടുന്ന ചില വിഷയങ്ങൾ പറയുമായിരിക്കും. ചില ടീച്ചേഴ്സിനോട് അവർക്ക് ദേഷ്യം വരും. കാരണം അവരെ വഴക്ക് പറയുന്ന അധ്യാപകരെ അവർക്ക് ഇഷ്ടമല്ല. അപ്പോൾ അവരെന്തെങ്കിലും പറയും, നമ്മളും അതിനോട് ചേർന്ന് പറയണോ? അല്ലെങ്കിൽ കുഞ്ഞിനെങ്ങനെ വഴി കാണിച്ചു കൊടുക്കും? മുമ്പൊക്കെ സാറന്മാരെ പറ്റിയൊന്നും നമുക്ക് വീട്ടിൽ വന്നൊന്നും പറയാൻ പറ്റില്ല.
അവിടെ ഒരടി കിട്ടിയെങ്കിൽ ഇവിടുന്ന് 2 അടിയും കൂടെ കിട്ടും. അപ്പോൾ നമ്മൾ വളരെ ചിന്തിച്ച് അച്ഛനമ്മമാരോട് കാര്യങ്ങൾ പറയാറുള്ളൂ. പറയണ്ട എന്നല്ല പറയുന്നത്, പക്ഷെങ്കിൽ അവർ പറയുമ്പോൾ അവർക്ക് നേർവഴി എങ്ങനെ നമ്മൾ കാണിച്ചു കൊടുക്കും. അങ്ങനെയുള്ള ചർച്ചകൾ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകണം. അപ്പോൾ ചർച്ചാ വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ സംസ്കാരത്തെ പറ്റിയും അതുപോലെ തന്നെ നമ്മുടെ പൂർവികരുടെ നല്ല കാര്യങ്ങളെ പറ്റിയും അവരെന്താണ് നമുക്ക് പകർന്നു തന്നിരിക്കുന്നതിനെ പറ്റിയും തീർച്ചയായിട്ടും കുടുംബങ്ങളിൽ ചർച്ച ആവശ്യമാണ്. ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്യാൻ നമുക്ക് സമയമില്ല. കാരണം നമ്മളൊക്കെ ഭയങ്കര തിരക്കിലാണ്. എന്തിനാ തിരക്ക്? അത് നമുക്ക് പൈസ സമ്പാദിക്കണം, അല്ലേ? പണം വേണം. പക്ഷെ പണം വേണമെങ്കിലും ഈ പണം എന്തിനു വേണ്ടിയാ? നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടിയാണ്. കുഞ്ഞുങ്ങൾ എന്തിനാ വളരുന്നത്? അവർ വളർന്ന് നല്ല മനുഷ്യരാവണം. നാളെ അവര് നമ്മുടെ കുടുംബത്തിനും നമ്മുടെ നാടിനും നമ്മുടെ ദേശത്തിനും നല്ല പേര് കൊണ്ടുവരണം. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടിയല്ലേ നമ്മൾ കഷ്ടപ്പെടുന്നത്. പക്ഷെ ആ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാൻ അവരിൽ എന്തൊക്കെ നല്ല വിഷയങ്ങളാണ് പോകേണ്ടത് എന്ന് ചിന്തിക്കാൻ കൂടി നമുക്കിന്ന് സമയമില്ല. ആ സമയത്തിനെ നമുക്ക് എങ്ങനെ തിരിച്ചു കൊണ്ടുവരാം? ഈ കുഞ്ഞുങ്ങളിലേക്ക് നല്ല വിഷയങ്ങൾ എങ്ങനെ കൊടുക്കാം? അതിനുവേണ്ടി നമ്മുടെ കുടുംബത്തിൽ ഒരന്തരീക്ഷം തീർച്ചയായിട്ടും നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതിനുള്ള ഒരവസരം അവർക്ക് കിട്ടണം. നല്ല നല്ല വിഷയങ്ങൾ കേൾക്കുമ്പോഴാണ് മനസ്സിനുള്ളിൽ നല്ല വിചാരങ്ങൾ വരിക. നല്ല വിചാരങ്ങൾ വരുമ്പോഴാണ് നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ അവർ തയ്യാറാവുക. കാരണം ഏതൊരു പ്രവൃത്തിക്ക് പിന്നിലും ഒരു വിചാരമുണ്ട്, അല്ലേ? ആദ്യം നമുക്ക് ദാഹിക്കുന്നു എന്ന വിചാരം വരുമ്പോഴാണ് നമ്മൾ വെള്ളം തേടുന്നത്. അപ്പോൾ ആ പ്രവൃത്തി ചെയ്യുന്നത് അപ്പോഴാണ്. അപ്പോൾ വിചാരത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പോൾ ചർച്ച ഏതാണോ നടക്കുന്നത് അതനുസരിച്ചായിരിക്കും ഉള്ളിലേക്ക് വിചാരങ്ങൾ കടന്നു പോവുക. നല്ല വിചാരങ്ങൾ ചെയ്യുമ്പോൾ നല്ല പ്രവൃത്തികൾ ചെയ്യും. നല്ല പ്രവൃത്തി ചെയ്താൽ അതിൻ്റെ ഫലവും നല്ലതായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. കാരണം നമ്മൾ ചെയ്യുന്ന തെറ്റുകളാണ് നമുക്ക് തെറ്റുകൾ ആയിട്ടുള്ള റിസൾട്ട് കൊണ്ടുവരിക. അപ്പോൾ നല്ല പ്രവൃത്തികൾ ചെയ്യണമെങ്കിൽ നല്ല വിചാരങ്ങൾ വരണം. ആ നല്ല വിചാരങ്ങൾ വരണമെങ്കിൽ കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തിൽ നല്ല ചർച്ചകൾ ഉണ്ടാവണം. നമ്മുടെ കുടുംബത്തിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ കുഞ്ഞുങ്ങൾ എന്താണ് കേൾക്കുന്നത് എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. എന്താണ് അവിടെ നടക്കുന്നത്? എന്ത് തരത്തിലുള്ള വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്? അതുകൊണ്ട് നമ്മളെല്ലാവരും കൂടി ഇപ്പം ഇന്നിവിടെ നമ്മൾ കുറച്ച് പേരെങ്കിലും ഇരുന്ന് ഈ സംഭവങ്ങളൊക്കെ കേൾക്കുന്നു. നമ്മുടെ കുടുംബത്തിൽ എങ്ങനെയാണ് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. എന്താണ് നമ്മൾ സാധാരണ ചർച്ച ചെയ്യുക? അങ്ങനെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാറുണ്ടോ? ഒരമ്മ എന്താണ് പറയേണ്ടത്? അച്ഛൻ എന്താണ് പറയേണ്ടത്? ഇതെല്ലാം കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ച് എന്ത് പറയണം, എന്ത് പറഞ്ഞുകൂടാം, ഇതൊക്കെ നമ്മൾ തീർച്ചയായിട്ടും ചിന്തിച്ച് വേണ്ടുന്ന കാര്യങ്ങൾ മാത്രം കുഞ്ഞുങ്ങളുടെ മുമ്പിൽ നമ്മൾ വയ്ക്കുക. അവർക്ക് ചിന്താഗതികൾ നന്നായി കൊണ്ടുവരുവാൻ വേണ്ടി നമ്മൾ തീർച്ചയായിട്ടും ശ്രമിക്കുക. അപ്പോൾ അമൃത പ്രഭാതമായിരിക്കണം. ശാന്തമായ അന്തരീക്ഷത്തിൽ നമ്മുടെ രാവിലെ നമ്മുടെ കാര്യങ്ങൾ തുടങ്ങണം. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ അമൃത ചർച്ച നടക്കണം. അമൃത പ്രഭാതവും അമൃത ചർച്ചയും നടന്നാൽ മാത്രം പോരാ, നമ്മുടെ ഭോജന വ്യവസ്ഥ, അതായത് നമ്മുടെ ഭക്ഷണം അമൃത ഭോജനമായിരിക്കണം. അപ്പോൾ എന്തായിരിക്കണം അമൃത ഭോജനം? എങ്ങനെ ആയിരിക്കണം അമൃത ഭോജനം? ഭോജനം അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണം നമ്മുടെ ശരീരത്തിനെയും നമ്മുടെ മനസ്സിനെയും ബുദ്ധിയെയും ഒക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് ഉതകുന്ന ഭക്ഷണമായിരിക്കണം. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ആര് ഉണ്ടാക്കുന്ന ഭക്ഷണമായിരിക്കും ഏറ്റവും നന്നാവുക? അത് നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണമാണ്. നല്ല മനസ്സോടുകൂടി അമ്മ ഭക്ഷണം ഉണ്ടാക്കും. പാചകം ചെയ്യുമ്പോൾ ആ ഭക്ഷണം കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും പുഷ്ടി കൊടുക്കും, ശക്തി കൊടുക്കും, അവരുടെ വിചാരധാരകൾ നന്നാവും. അപ്പോൾ അമ്മ ഉണ്ടാക്കുന്നത്. പക്ഷെ കുഞ്ഞുങ്ങൾ ഇന്ന് പെട്ടെന്ന് ഡിമാൻഡ് ചെയ്യും. കുറച്ച് നാൾ മുമ്പ് ഞാനൊരു കുടുംബത്തിലായിരുന്നു. ആ കുടുംബത്തിൽ അന്ന് ഏകാദശി ദിവസം അമ്മ ഏകാദശി വ്രതത്തിലാണ്. മോനും അമ്മയും മാത്രമേ ഉള്ളൂ. അപ്പം അമ്മ ചോദിച്ചു, മോനെ ഇന്ന് ഏകാദശിയാ, എന്താ മോന് വേണ്ടേ? അപ്പോൾ മോൻ പറഞ്ഞു, എനിക്ക് ചിക്കൻ വേണം. അമ്മയ്ക്ക് ചിക്കൻ ഉണ്ടാക്കാനുള്ള ആഗ്രഹമുള്ള ദിവസമല്ല, എങ്കിലും മകൻ ഡിമാൻഡ് ചെയ്യാണ്, എനിക്ക് ചിക്കൻ വേണം. അമ്മ എന്ത് ചെയ്തു? ഉടനെ തന്നെ അമ്മ ഫോൺ എടുത്തു, പെട്ടെന്ന് തന്നെ ചിക്കൻ ഓർഡർ ചെയ്തു. കാരണം അമ്മ അന്ന് ചിക്കൻ അവിടെ ഉണ്ടാക്കില്ല. ചിക്കൻ ഓർഡർ ചെയ്തു. എന്താ പറയുക, ഇപ്പോൾ ഉണ്ടല്ലോ അല്ലേ, ബോക്സൊക്കെ തൂക്കിയിട്ടിട്ട് പെട്ടെന്ന് തന്നെ എത്തുമല്ലോ. വിതിൻ നോ ടൈം ഫുഡ് അവിടെ എത്തിക്കഴിഞ്ഞു. അമ്മ ഒരു ഭാഗത്ത് വ്രതമെടുക്കുന്നു, മകൻ ഒരു ഭാഗത്ത് അമൃതഭോജനമല്ല മൃതഭോജനം കഴിക്കുന്നു.
ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ ഒരു അന്തരീക്ഷം എങ്ങനെ ഉണ്ടായി, അത് എന്തുകൊണ്ടുണ്ടായി എന്നൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കറക്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എങ്ങനെയുള്ളതായിരിക്കണം? കുടുംബ അന്തരീക്ഷത്തിൽ കുഞ്ഞുങ്ങൾക്ക് നല്ല ബുദ്ധിയും നല്ല വളർച്ചയും നല്ല ശക്തിയും കിട്ടുവാൻ വേണ്ടി ഏത് ഭോജനം ഉണ്ടാവണം? വീട്ടിൽ പാചകം ചെയ്ത വൃത്തിയോടുകൂടി നല്ല മനസ്സോടുകൂടി പാചകം ചെയ്ത ഭക്ഷണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. ആ കുഞ്ഞുങ്ങളെ അത് നമ്മൾ പഠിപ്പിക്കണം, ചെറുപ്പത്തിലേ പഠിപ്പിക്കണം. അപ്പോൾ ആ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അമ്മയുടെ മനസ്സ് അതുപോലെ ഒരിക്കലും ഒരു ഹോട്ടലിൽ മനസ്സുണ്ടാവാൻ ചാൻസ് ഇല്ല. കാരണം അതെപ്പോഴും ഒരു ബിസിനസ് ഓറിയന്റഡ് ആണ്. എത്ര പറഞ്ഞാലും പക്ഷേ ആ കുടുംബത്തിലുണ്ടാക്കുന്ന ഭക്ഷണം വേറെയാണ്. ഇന്ന് നമ്മുടെ വിചാരധാരകൾ തെറ്റാനും കുഞ്ഞുങ്ങളുടെ ചിന്താഗതി മാറിപ്പോകുവാനും അവരെത്ര കഴിച്ചിട്ടും അസുഖം ചെറിയ വയസ്സിലെ ഡയബറ്റിക്സ് എന്ന പോലുള്ള അസുഖങ്ങൾക്ക് അടിമയാകാനും ഉള്ള കാരണം അവർ കഴിക്കുന്ന ഭക്ഷണമാണെന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. നല്ല ഭക്ഷണം നല്ല രീതിയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുവാനായാൽ നമ്മുടെ കുടുംബം അമൃത കുടുംബമാകും. അതിനാൽ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് അമൃത ഭോജനം. ഈ ഭോജനം കഴിക്കുമ്പോൾ, ഒരു കുഞ്ഞിൻ്റെ മുമ്പിൽ ഭക്ഷണം കൊടുക്കുമ്പം ആ കുഞ്ഞിൻ്റെ മനസ്സിലേക്ക് എത്രയോ പേരുടെ ആ വന്ന ഭക്ഷണം, നമ്മുടെ മുമ്പിൽ വന്ന ആ ഭക്ഷണം എത്രയോ പേര് കഷ്ടപ്പെട്ടതിന് ശേഷമാണ് ആ അന്നം നമ്മുടെ മുമ്പിലെത്തുക. ആ അന്നത്തിന് കുഞ്ഞിൻ്റെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരിക്കണം, അവൻ എങ്ങനെയായിരിക്കണം അതിനെ നോക്കേണ്ടത്? ആ ഭക്ഷണം കഴിക്കുമ്പോൾ അവൻ്റെ മനസ്സിൻ്റെ ചിന്താഗതി എന്തായിരിക്കണം? ഇതൊക്കെ നമ്മുടെ വീട്ടിൽ ചർച്ച നടക്കണം. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, അമൃത ചർച്ച. ഇതൊക്കെ കുഞ്ഞുങ്ങൾക്കുള്ളിൽ കൊടുക്കണം. അപ്പോൾ ആ ഭക്ഷണത്തോട് അവർക്കുണ്ടാവുന്ന ആദരവ്, അതിനോട് ചേർന്ന് അവർ കഴിക്കുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന വ്യത്യാസം, ഇന്ന് ഈ ശാന്തിയും സമാധാനവും ഒക്കെ നഷ്ടപ്പെടാൻ ഇതും ഒരു കാരണമാണ്. അപ്പോൾ നമ്മുടെ ഭോജനം അമൃത ഭോജനമാവട്ടെ. അതിനുവേണ്ടി നമ്മുടെ കുടുംബത്തിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യം നിർമ്മിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് നമ്മളൊക്കെ പ്രാർത്ഥിക്കണം. അതാണ് നമുക്കിന്ന് ആവശ്യം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് അമൃത പ്രഭാതം, രണ്ടാമത് പറഞ്ഞത് അമൃത ചർച്ച, മൂന്നാമത് പറഞ്ഞത് അമൃത ഭോജനം. നാലാമത്തെ ഒരു കാര്യമാണ് അമൃത ശയനം. നമ്മളുടെ ഉറക്കം എപ്പോഴാണ് ഉറങ്ങണ്ടേ? ഇപ്പോൾ നമ്മുടെ ഒരു ജീവിത രീതി വളരെ മാറ്റം വന്നിരിക്കുന്നു. അതനുസരിച്ച് പല പ്രശ്നങ്ങളും നമുക്കുണ്ടാവാം. കഴിവതും നമ്മൾ ഉറങ്ങുന്ന സമയം എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? പണ്ട് കാലത്തൊക്കെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അപ്പൂപ്പനും അമ്മൂമ്മയും ഒക്കെ കുഞ്ഞുങ്ങളെ എല്ലാം കൂട്ടിയിരുത്തി കഥകൾ പറയും. അതെങ്ങനെയുള്ള കഥകളാണ് പറയുന്നത്? നമ്മുടെ കുടുംബത്തെ, നമ്മുടെ പൂർവികരുടെ കഥകളാവാം, നമ്മുടെ പുരാണ കഥകളാവാം. അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കി കുഞ്ഞുങ്ങൾ വളരെ മനസ്സ് സന്തോഷമായിട്ടാവും പോയി കിടന്നുറങ്ങുക, അല്ലേ? അപ്പോൾ മനസ്സൊരു ശാന്തമാണ്, അവർക്ക് നല്ല ശയനം, നല്ല ഉറക്കം കിട്ടും. ഇപ്പം ഈ അമൃത ശയനം എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. നമ്മൾ കിടക്കുന്ന അത് വലിയ വീടാകണം, ബംഗ്ലാവാകണമെന്നൊന്നും അർത്ഥമില്ല. പക്ഷെ നമ്മുടെ വീട് എത്ര ചെറുതായാലും അത് വൃത്തിയുള്ളതാവണം. അവർ കിടക്കുന്ന സ്ഥലം വൃത്തിയുള്ളതാവണം, നമ്മുടെ അടുക്കള വൃത്തിയുള്ളതാവണം. അത് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെച്ചാൽ അത്രയ്ക്കും മനസ്സ് സന്തോഷമാവും. എന്തിനും ഒരു അടുക്കും ചിട്ടയും ഉണ്ട്. അപ്പോൾ അവരുടെ ബെഡ്റൂം അവരെ കൊണ്ട് തന്നെ അതിനെ നന്നായി അറേഞ്ച് ചെയ്യിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അവരതുപോലെ തന്നെ ദേഹശുദ്ധിയോട് വേണം അവർ ഉറങ്ങുവാൻ പോകാൻ വേണ്ടി. എങ്ങനെയെങ്കിലും ഓടി വന്ന് എങ്ങനെയെങ്കിലും കിടന്ന് ഉറങ്ങുകയല്ല, മറിച്ച് നല്ല ശുദ്ധതയോടുകൂടി വളരെ ശാന്ത മനസ്സോടുകൂടി ഒരു സ്വല്പം നേരമെങ്കിലും അവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയ്ത കാര്യങ്ങളെല്ലാം അവർ തന്നെ ഒന്ന് ചിന്തിക്കാൻ ഒരു ചെറിയ സമയം, നമ്മൾ ഇംഗ്ലീഷിൽ ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയാറുണ്ട്, ഒരു ധ്യാനം, ഒരു ശകലം സമയം അവരിരുന്നൊന്ന് ചിന്തിക്കട്ടെ. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ എന്താണ് ചെയ്തത്? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? കാരണം നമ്മൾ തെറ്റ് ചെയ്താൽ നമുക്ക് തന്നെ മനസ്സിലാവും എന്തൊക്കെയാണ് തെറ്റുകൾ ചെയ്തത്. ആ തെറ്റ് അടുത്ത ദിവസം അത് ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു സങ്കല്പം എടുത്തുകൊണ്ട് മനസ്സിനെ ശാന്തമാക്കിക്കൊണ്ട് നമ്മൾ കിടക്കാൻ പോയാൽ നമുക്ക് സ്ലീപ്പിംഗ് പിൽസ് ഒന്നും ആവശ്യം വരില്ല. വളരെ നല്ല സ്വസ്ഥമായിട്ട് നമുക്ക് ഉറങ്ങാൻ സാധിക്കും. ഈശ്വര ചിന്തയോടുകൂടി നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ആ ഈശ്വരനെ ഉണർത്തിക്കൊണ്ട് ആ ഈശ്വരൻ്റെ അനുഗ്രഹത്തോടുകൂടി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉറങ്ങാനാവണം. എന്തിനേയും ഏതിനേയും അവർക്ക് ജീവിതത്തിൽ തീർച്ചയായിട്ടും അവർക്കതിനെ ഫേസ് ചെയ്യാൻ, ഏത് വെല്ലുവിളികളെയും നേരിടുവാൻ അവർക്ക് തീർച്ചയായിട്ടും കഴിയും. അതിനുള്ള ഒരു ശക്തി നമ്മുടെ ഈ വിധ ചിന്താഗതികളിലൂടെ അവർക്ക് പകർന്നു കൊടുക്കാൻ നമുക്കാവണം. അങ്ങനെയുള്ള ഒരു ശയനം. ഇപ്പം എന്താ കുഴപ്പം? നമ്മൾ മിക്കവാറും ഉറങ്ങുന്നതിന് മുമ്പും
അതായത് കട്ടിലേക്ക് കിടന്നുകൊണ്ടും നമ്മുടെ കയ്യിൽ മൊബൈലുണ്ട്. അപ്പോൾ ആ മൊബൈലിൽ നമ്മൾ കാണുന്നത് എന്താണ്? കൂടുതലും യൂട്യൂബിലുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ കയ്യിലായിട്ട് കിട്ടുന്നത്. ആ സംഭവങ്ങളൊക്കെ കണ്ട് മനസ്സ് വല്ലാണ്ട്, ഇപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ കാണുന്ന ഹൊറിബിൾ പിക്ചറാണ് അല്ലേ, ഹൊറർ മേക്കിംഗ് പിക്ചേഴ്സാണ്. അപ്പം ഇതൊക്കെ കണ്ടിട്ട് അവർ ഉറങ്ങുമ്പോൾ അവരുടെ മനസ്സിൻ്റെ അടിത്തട്ടിൽ ഈ വിചാരങ്ങളാണ് നടക്കുക. മനസ്സെപ്പോഴും ഒരുവിധം ടെൻഷനിലാണ്, ശാന്തമല്ല. ആ ശാന്തമല്ലാത്ത ഇളകി മറിഞ്ഞ മനസ്സിൽ കിടക്കുമ്പോഴാണ് വേണ്ടാത്ത സ്വപ്നങ്ങൾ അവർ കാണുവാൻ തുടങ്ങുന്നത്. ആ വേണ്ടാത്ത സ്വപ്നങ്ങളാണ് പിന്നീട് അവരുടെ ജീവിതത്തെ നയിക്കുന്നത്. ഇപ്പം ഏതൊക്കെ രീതിയിലാണ് അവരുടെ മനസ്സ് കലുഷിതമാകുന്നത്? മറിച്ച് നമ്മുടെ കുടുംബത്ത് ഉറങ്ങുന്നതിന് മുമ്പ് എല്ലാവരും ഒരുമിച്ചിരുന്നു, ഏതെങ്കിലും ഒരു നല്ല കാര്യം പഠിച്ചു, എല്ലാവരും കൂടി അതിനെ ചർച്ച ചെയ്തു, മനസ്സ് ശാന്തമായി, കുഞ്ഞുങ്ങൾക്കൊരു സ്വല്പം നേരം അവരുടെ മനസ്സിനെ ഒന്ന് നിരീക്ഷിക്കുവാൻ സമയം കൊടുത്താൽ, അവരുടെ തെറ്റും ശരിയും അവർ തന്നെ ഒന്ന് മനസ്സിലാക്കാൻ അവർക്ക് സമയം കൊടുത്താൽ, അതിനുശേഷം ഉറങ്ങുമ്പോൾ ആ ഉറക്കം അമൃതശയനമായി മാറും. നമ്മുടെ മനസ്സ് വളരെ ശാന്തമാകും. അങ്ങനെ ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ വളരെ സ്വസ്ഥമായിട്ട് ഉറങ്ങുവാൻ കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല കുടുംബത്തിലെല്ലാവർക്കും സാധിക്കണം. അതിനുവേണ്ടി നമ്മുടെ ശയനം അമൃതശയനമാകണം. അമൃതശയനമാകണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ മൊബൈലൊക്കെ ഉറങ്ങുന്നതിന് കുറഞ്ഞ പക്ഷം ഒരു അരമണിക്കൂർ 1 മണിക്കൂർ നേരം മുമ്പേ മൊബൈലിൽ നിന്ന് വിഡ്രോ ചെയ്യുക, അതിൽ നിന്ന് ദൂരം വെക്കുക. അത് നോക്കിക്കൊണ്ട് കിടന്ന് ഉറങ്ങാൻ ഒരിക്കലും ശ്രമിക്കരുത്. കാരണം അതിൻ്റെ പല ആപത്തുകളും നമുക്കൊക്കെ അറിയാവുന്നതാണ്. ഇപ്പം നമ്മുടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലെല്ലാം കിട്ടുന്നുണ്ട് അല്ലേ, നമുക്ക് പലവിധ ഇൻഫർമേഷൻസ് അതിൽ നിന്ന് കിട്ടാറുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് കുറച്ചു നേരം ദൂരെ വെച്ചിട്ട് നമ്മുടെ കുഞ്ഞിനെ പുസ്തകം പഠിപ്പിക്കുവാൻ, നമ്മുടെ കുടുംബങ്ങളിലെ എല്ലാ വ്യക്തികളും ഒരുമിച്ചിരുന്ന് എന്തെങ്കിലും നല്ല പുസ്തകങ്ങൾ പഠിക്കുവാനും. ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഞാനൊരു വീട്ടിൽ പോയി. അപ്പോൾ ആ വീട്ടിൽ ഇങ്ങനൊരു അന്തരീക്ഷമുണ്ട്, പഠിക്കുന്നുണ്ട്, പക്ഷേങ്കിൽ നന്നായി പഠിക്കുവാൻ അറിയില്ല. ഒരു പുസ്തകം അതിൻ്റെ എന്താ പറയുക, എങ്ങനെയാണ് ഒരു പുസ്തകം വായിക്കേണ്ടത്, അർത്ഥവിരാമം, വിരാമം, അല്ലെങ്കിൽ എക്സ്ക്ലമേഷൻ പോയിന്റ്സ്, ഇതൊക്കെ ഉള്ളതൊന്നും എങ്ങനെ വായിക്കണം എന്ന് ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്കറിയില്ല. മാത്രമല്ല അക്ഷര സ്ഫുടതയില്ല. എന്താണ് പറയുന്നതെന്ന് അവർക്ക് തന്നെ അറിഞ്ഞുകൂടാ, അർത്ഥം അറിഞ്ഞുകൂടാ. അങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥിതിഗതികളിലൂടെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ കടന്നു പോകുന്നത്. നന്നായി ഭാഷ സംസാരിക്കാൻ അറിയില്ല. ഒരു ഭാഷ പറയുമ്പോൾ അതിൽ പല ഭാഷകൾ വരും. കൂടുതലും ഇംഗ്ലീഷ് കലർന്ന ഭാഷയാണ് സംസാരിക്കുന്നത്. ഇംഗ്ലീഷ് കലർത്തുന്നതിൻ്റെ കുറ്റമല്ല പറയുന്നത്, പക്ഷെങ്കിൽ നമുക്ക് നമ്മുടെ സ്വന്തം ഭാഷ തന്നെ നന്നായി സംസാരിക്കാൻ നമുക്കിന്ന് അറിഞ്ഞുകൂടാ. അതിൻ്റെയൊക്കെ കാരണം നമ്മൾ നന്നായി ഒന്നും പഠിക്കുന്നില്ല എന്നാണ്. അപ്പോൾ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് എന്തെങ്കിലും നല്ല ചില കാര്യങ്ങൾ പഠിച്ച് മനസ്സിനെ ശാന്തമാക്കിക്കൊണ്ട് കിടക്കുമ്പോൾ ഈ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ ദൈവത്വത്തെ മനസ്സിലാക്കുമ്പോൾ ആ ദൈവത്വം വെളിയിൽ വരുവാൻ തുടങ്ങും. സ്വാമി വിവേകാനന്ദൻ നമ്മളെ ഓർമ്മിപ്പിച്ചൊരു കാര്യമാണ്, ഈച്ച് സോൾ ഈസ് പൊട്ടൻഷ്യലി ഡിവൈൻ. എല്ലാവരിലും ഈശ്വരീയത്വമുണ്ട്, ഈശ്വരനുണ്ട്. ആ ഈശ്വരനെ ഉണർത്തുവാനുള്ളതായിരിക്കണം നമ്മുടെ ജീവിതം. അപ്പോൾ നമ്മുടെ അമൃത പ്രഭാതമോ അമൃത ചർച്ചയോ അമൃത ഭോജനമോ അമൃത ശയനമോ ഒക്കെ തന്നെ എന്തിനുള്ളതാണ്? നമ്മുടെ ഉള്ളിലുള്ള അമൃതത്വത്തെ ഉണർത്തുവാനുള്ളതാണ്, നമ്മുടെ ഉള്ളിലുള്ള ശക്തിയെ ഉണർത്തുവാനുള്ളതാണ്, ഈശ്വരീയതയെ ഉണർത്തുവാനുള്ളതാണ്. ഇതാണ് 4 ആ ഞാനിപ്പോൾ പറഞ്ഞത്. ഓർമ്മ ഉണ്ടാവുമല്ലോ അല്ലേ? ആദ്യം പറഞ്ഞത് അമൃത പ്രഭാതം, രണ്ടാമത് പറഞ്ഞത് അമൃത ചർച്ച, മൂന്നാമത് പറഞ്ഞത് അമൃത ഭോജനം, നാലാമത് പറഞ്ഞത് ആണ് അമൃത ശയനം. അതായത് സ്വസ്ഥമായ ഒരു ഉറക്കം നമുക്കുണ്ടാവട്ടെ. അതാവുമ്പോൾ നെക്സ്റ്റ് ഡേ, അതായത് അടുത്ത ദിവസവും ഉണരുമ്പോൾ നമുക്ക് ഒരുപാട് ശക്തി ഉണ്ടാവും. ഈ 4 ആ നമ്മളെല്ലാവരും നമ്മുടെ കുടുംബത്തെ നന്നാക്കാൻ വേണ്ടി ഓർത്തിരിക്കേണ്ട കാര്യമാണ്. ഇതല്ലാതെ ഞാൻ നിങ്ങൾക്ക് 6 ഭാ പറയാൻ പോവാണ്. ഭരണിയുടെ ഭാ എന്താണ്? ഇതെല്ലാം ക്യാപ്സൂൾ രൂപത്തിൽ പറയുന്നതെന്ന് വെച്ചാൽ ഇത് നമുക്ക് ഏറ്റവും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ഓർമ്മ നിൽക്കും. 4 ആ പറഞ്ഞു. ഞാൻ ഇനി പറയാൻ പോകുന്നത് 6 ഭായാണ്. ഭരണിയുടെ ഭാ. നമ്മുടെയൊക്കെ ആദ്യത്തെ ഞാൻ പറഞ്ഞു ഭാഷ. ആദ്യത്തെ ഭാ ഭാഷയാണ്. ഭാഷ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മൾ സംസാരിക്കാൻ ഉപയോഗിക്കുന്ന ഭാഷ. ആ ഭാഷ എത്ര നന്നായിരിക്കണം. ശക്തിയുള്ള വാക്കുകൾ ഉപയോഗിക്കാനും
ആശയവിനിമയം നടക്കുമ്പോൾ നമ്മൾ പറയുന്ന കാര്യം മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ സംസാരിക്കുവാനും ഉള്ള ഭാഷയായിരിക്കണം. ലളിതമായ ഭാഷ, മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ ഉതകുന്ന രീതിയിലുള്ള ഭാഷ സംസാരിക്കുവാൻ പഠിക്കണം. കുടുംബങ്ങളിൽ നല്ലതായ ഭാഷകൾ ഉപയോഗിക്കുക. അപ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ ഉപയോഗിക്കുന്ന ചീത്ത ഭാഷകളൊക്കെ, അതായത് നമ്മൾ വേണ്ടാത്ത ഭാഷകളൊക്കെ കുടുംബങ്ങളിൽ നിന്ന് ഒഴിവാക്കുക. കുഞ്ഞുങ്ങളെ വിളിക്കേണ്ട ഭാഷ എന്തായിരിക്കണം അച്ഛനമ്മമാർ തീരുമാനിക്കണം. അച്ഛനമ്മമാരോട് എങ്ങനെ സംസാരിക്കണം കുഞ്ഞുങ്ങൾ തീരുമാനിക്കണം. കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തിലെ ഭാഷ വളരെ നന്നായിരിക്കണം. നല്ല ഭാഷ ഉപയോഗിക്കൂ. അതിനുവേണ്ടി നമുക്ക് നല്ല പുസ്തകങ്ങളൊക്കെ പഠിക്കേണ്ടി വരും, നല്ല അറിവുകൾ നേടേണ്ടി വരും. എന്ത്, എവിടെ, എങ്ങനെ ഉപയോഗിക്കണം, നമ്മളുടെ ആശയവിനിമയങ്ങൾ എങ്ങനെ നടത്തണം. ഇന്നത്തെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആക്ടിവിറ്റിയാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. എങ്ങനെയാണ് നമ്മൾക്കുള്ള വിവരങ്ങൾ, നമുക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അതിന് നല്ല ഭാഷ അറിയണം. ആ ഭാഷ കേട്ടാൽ നമ്മുടെ കർണങ്ങൾക്ക്, നമ്മുടെ കാതുകൾക്ക് ഇമ്പമേകുന്നതാകണം. സംസാരിക്കുമ്പോൾ നല്ല രീതിയിൽ സംസാരിക്കുക. സ്വാമി വിവേകാനന്ദനെ പറ്റി പറയാറുള്ളത്, സ്വാമിജിയുടെ ഭാഷ മ്യൂസിക്കൽ ലാംഗ്വേജ് ആയിരുന്നു എന്ന് പറയാറുണ്ട്. അതായത് സ്വാമിജി സംസാരിക്കുമ്പോൾ ഇത്രയ്ക്കും സുന്ദരമായ ഭാഷ സംസാരിക്കാൻ. നമുക്കൊക്കെ ഒരുപക്ഷെ സ്വാമി വിവേകാനന്ദൻ്റെ കഥകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. സ്വാമിജി അമേരിക്കയിൽ ചെന്നപ്പോൾ, അമേരിക്കയിൽ എന്തിനു വേണ്ടി സ്വാമിജി ചെന്നുവോ ആ ഒരു വേൾഡ് ചിക്കാഗോ പോസ്റ്റ്പോൺ ചെയ്തത് കാരണം, നീക്കി വെച്ചത് കാരണം സ്വാമിജിക്ക് കുറേ ദിവസം അവിടെ സഞ്ചരിക്കേണ്ടി വന്നു. ആ സമയത്ത് പല പ്രശ്നങ്ങളിലൂടെ സ്വാമി വിവേകാനന്ദൻ കടന്നുപോയി. ആ ഒരു സമയത്ത് സ്വാമിജി ഒരു വിൻഡോ ഷോപ്പിംഗ് നടക്കുമ്പോൾ, സ്വാമിജി അവിടെ അങ്ങനെ വിൻഡോ ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ട് നടക്കുമ്പോൾ സ്വാമിജിയെ നോക്കിയിട്ട് ഒരു ഇംഗ്ലീഷ് കപ്പിൾ അവരെന്താ പറഞ്ഞെന്നറിയോ? ദാറ്റ് ലേഡി വാസ് ടോക്കിംഗ്, ലുക്ക് അറ്റ് ദാറ്റ് ജെന്റിൽമാൻ, ഹൗ ഫണ്ണി ഹി ലുക്സ് എന്നാണ് പറഞ്ഞത്. അതായത് ആ മനുഷ്യനെ നോക്കൂ, എത്ര ഫണ്ണി എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ജോക്കറെ പോലെ നോക്കുക, എങ്ങനെയാ മനുഷ്യൻ എന്ന് പറയുന്നു. കാരണം സ്വാമിജി അവിടെ കുറേ കാലം ചെലവഴിച്ചു, കുറേ ദിവസങ്ങൾ ചെലവഴിച്ചപ്പോൾ എന്താ പറയുന്നത്, ക്ഷീണിച്ചു പോയി, ഭക്ഷണമൊന്നും ലഭിക്കുന്നുണ്ടായിരുന്നില്ല. സ്വാമിജി അവിടെ ഇവിടെയൊക്കെ നടക്കുമ്പോൾ ശരീരമായിട്ടും മാനസികമായിട്ടും ഒരുപാട് കഷ്ടത അവിടെ അനുഭവിക്കേണ്ടി വന്നു. തണുപ്പ് സഹിക്കാൻ മേലാത്ത തണുപ്പായിരുന്നു. ഇങ്ങനെയുള്ള കഷ്ടതകളിലൂടെ ഒക്കെ നടന്നുപോയ ആ സ്വാമിജിയെ കണ്ടിട്ട് ഈ യങ് കപ്പിൾ, അതായത് ഭാര്യയും ഭർത്താവും പോവുകയാണ്. അപ്പോൾ ആ സ്ത്രീ പറയാണ്, ലുക്ക് അറ്റ് ദാറ്റ് ജെന്റിൽമാൻ, ഹൗ ഫണ്ണി ഹി ലുക്സ് എന്ന് പറയാണ്. അത് കേട്ടിട്ട് ഭർത്താവ് എന്ത് പറഞ്ഞു എന്നറിയോ? ഓ, യു കോൾ ഹിം എ ജെന്റിൽമാൻ, ഐ തിങ്ക് ഹീ ഈസ് എ മാഡ് മാൻ. ഓ, നീ അവനെ ഒരു സഭ്യ ആത്മീയെന്നാണോ പറയുന്നത്, മനുഷ്യനെന്നാണോ പറയുന്നത്? അയാൾ ഒരു ഭ്രാന്തനാണെന്ന് തോന്നുന്നു. അടുത്തത് അയാൾ പറഞ്ഞ എന്താണെന്നറിയോ? ഐ ഡോണ്ട് നോ വിച്ച് കൺട്രി ഹി ബിലോങ്സ് ടു. ഏത് ദേശത്തുനിന്ന് വന്നവനാണെന്ന് അറിഞ്ഞുകൂടാ. സ്വാമി വിവേകാനന്ദൻ ഇതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. ഇംഗ്ലീഷല്ലേ? അവരെന്താ കരുതിയേ? ഈ കാവ്യ വസ്ത്രമൊക്കെ ധരിച്ച് താടിയൊക്കെ വളർന്ന് കമണ്ടലൊക്കെ പിടിച്ച് ഇദ്ദേഹത്തിന് എന്ത് ഇംഗ്ലീഷ് അറിയാമെന്നായിരിക്കാം ഒരുപക്ഷെ ധരിച്ചിരുന്നത്. പക്ഷെങ്കിൽ സ്വാമിജി അങ്ങനെ ആയിരുന്നില്ല. നല്ല ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്നവനായിരുന്നു. ഡോണ്ട് നോ വിച്ച് കൺട്രി ഹി ബിലോങ്സ് ടു എന്ന് പറയുമ്പോൾ സ്വാമിജിക്ക് അത് പെട്ടെന്ന് പിടിച്ചു. കാരണം ഇവരെൻ്റെ ദേശത്തെ ആണല്ലോ, അല്ലേ? എൻ്റെ ദേശത്തെയാണല്ലോ നികഴ്ത്തി പറയുന്നത്. അപ്പോൾ സ്വാമിജി പതുക്കെ മെല്ലെ നടന്ന് അവരുടെ അടുത്തേക്ക് പോവുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. ആ അമേരിക്ക വീതിയിൽ ഒന്നും അറിയപ്പെടാത്ത ഒരു വ്യക്തി, ഷിക്കാഗോ പാർലമെന്റ് ഓഫ് റിലീജിയൻ കഴിഞ്ഞിട്ടില്ല. ആ സമയത്ത് സ്വാമി വിവേകാനന്ദൻ അറിയപ്പെട്ട വ്യക്തി ആയിരുന്നില്ല. പതുക്കെ നടന്ന് ചെല്ലുമ്പോൾ അതികായനായ ആ സ്വാമി വിവേകാനന്ദനെ കണ്ടിട്ട് അവരൊന്ന് ഞെട്ടി. കാരണം എത്ര പട്ടിണി കിടന്നിട്ടും ഭയങ്കര ഒരു ആത്മവിശ്വാസം സ്വാമിജിയിലുണ്ടായിരുന്നു. അതുകൊണ്ട് ആ കണ്ണുകളിൽ ആ ആത്മവിശ്വാസം കാണുവാൻ സാധിച്ചു അവർക്ക്. സ്വാമിജി വരുമ്പോൾ സത്യം പറഞ്ഞാൽ അവർ പേടിച്ചുപോയി. അവർ വിചാരിച്ചു ഞങ്ങൾ ഭ്രാന്തനെന്ന് വിളിച്ചു, ഇനി എന്താണാവോ ഇദ്ദേഹം ചെയ്യാൻ പോകുന്നത്, പേടിച്ചു നിൽക്കുകയാണ്. അപ്പോൾ സ്വാമിജി അവിടെ ചെന്നിട്ട് വളരെ ബ്യൂട്ടിഫുൾ ഇംഗ്ലീഷിലാണ് അവരോട് സംസാരിച്ചത്. അവർ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാവില്ല. സ്വാമിജി പോയിട്ട് പറഞ്ഞു, എക്സ്ക്യൂസ് മീ സർ, എന്നോട് ക്ഷമിക്കണേ എന്നാണ് പറഞ്ഞത്. ആദ്യം നമ്മളോടൊക്കെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് നമുക്കൊക്കെ ദേഷ്യം വരും, അല്ലേ? സ്വാമി വിവേകാനന്ദൻ വളരെ നല്ല ഭാഷയിൽ, അവരുടെ ഭാഷയിൽ അവരോട് പറഞ്ഞു കൊടുത്തു, എക്സ്ക്യൂസ് മീ സർ, ഐ ബിലോങ് ടു എ കൺട്രി വെയർ ക്യാരക്ടർ മേക്സ് എ മാൻ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, അല്ലേ? ഐ ബിലോങ് ടു എ കൺട്രി വെയർ ക്യാരക്ടർ മേക്സ് എ മാൻ. ഞാൻ ഏത് ദേശത്ത് നിന്നാണ് വന്നതെന്നല്ലേ ചോദിച്ചത്. അപ്പോൾ ഞാൻ ഭാരതത്തിൽ നിന്നാണ് വന്നതെന്നൊന്നും പറഞ്ഞില്ല. ഐ ബിലോങ് ടു എ കൺട്രി വെയർ ക്യാരക്ടർ മേക്സ് എ മാൻ. അതായത് ഞാൻ വരുന്ന ദേശത്ത് ഒരു വ്യക്തിയുടെ സ്വഭാവമാണ് യഥാർത്ഥത്തിൽ വ്യക്തിത്വത്തെ കാണിച്ചു കൊടുക്കുന്നത്. ആ ദേശത്തിൽ നിന്നാണ് ഞാൻ വന്നിരിക്കുന്നത്. ബട്ട് എന്നിട്ട് സ്വാമിജി ഒരു പോസ് കൊടുത്തു, ഒരു ചെറിയ സമയം കൊടുത്തു. അവർക്കൊന്ന് ചിന്തിക്കാൻ വേണ്ടി ആവാം ഒരു പക്ഷേ.
സ്വാമിജി പറഞ്ഞു, ബട്ട് ഐ ഡൗട്ട് ഐ എം ഇൻ എ കൺട്രി വെയർ ടൈലർ മേക്സ് എ മാൻ. അല്ലേ? എന്തൊരു ആൻസർ കൊടുത്തത്. എനിക്ക് തോന്നുന്നു, എനിക്ക് സംശയം തോന്നുന്നു, ഞാൻ ഏത് ദേശത്താണ്? ഇവിടെ യഥാർത്ഥത്തിൽ ആരാണ് മനുഷ്യനെ നിർമ്മിക്കുന്നത്? ഇവിടെ തയ്യക്കാരാണ്, തുന്നൽക്കാരാണ്. അതായത് നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ചു കഴിഞ്ഞാൽ, തയ്യൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ വലിയ ആൾക്കാരാണ്. അങ്ങനൊന്നും പറയാതെ തന്നെ, ആരും ഹർട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, വേദനിപ്പിക്കാതെ വേദനിപ്പിച്ചു. ഇന്നും അവരത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു എന്നാണ് പറയുന്നത്. കാരണം നമ്മൾ വിദേശത്തു നിന്ന് വരുന്നവരോടൊക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. സ്വാമി വിവേകാനന്ദൻ എങ്ങനെയാണ് ഭാരതദേശത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ അവിടെ കൊടുത്തത്. ഞാൻ ഭാരതത്തിൽ നിന്നാണ് വന്നതെന്ന് പറയാതെ ഭാരതം എന്താണെന്ന് എങ്ങനെ നല്ല ഭാഷയിലൂടെ കൊടുത്തു. അതുകൊണ്ടാണ് ഭാഷ എന്ന് പറയുന്ന സംഭവം നമുക്ക് നന്നായി അറിയണം. ഇംഗ്ലീഷാണോ സംസാരിക്കുന്നത്? നല്ല ഇംഗ്ലീഷിൽ സംസാരിക്കൂ. മലയാളമാണോ? നല്ല മലയാളത്തിൽ സംസാരിക്കൂ. നിങ്ങൾ സംസാരിച്ച് കഴിയുമ്പോൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ സംസാരിച്ച് കഴിയുമ്പോൾ അത് കേട്ടവർ ഒരിക്കലും മറക്കാൻ പാടില്ല. അങ്ങനെയുള്ള ഭാഷയിലൂടെയാണ് സ്വാമി വിവേകാനന്ദൻ അത്രയും ആൾക്കാരെ അവിടെ അഡ്രസ്സ് ചെയ്തത്, അവരെ അഭിസംബോധന ചെയ്തത്. അങ്ങനെയാണ് ഈ ഭാരതത്തിൻ്റെ സംസ്കാരത്തെ അവർക്ക് പറഞ്ഞു കൊടുത്തത്. ഭാരതം എത്ര സമർത്ഥമാണെന്ന് ആലോചിച്ച് നോക്കൂ. പേടിയില്ലാതെ, ഒരു ഭയമില്ലാതെ. സ്വാമിജി എപ്പോഴും പറയുമായിരുന്നു, ഭയമുണ്ടാവാൻ പാടില്ല. ഭയമില്ലാതെ അവിടുത്തെ ആൾക്കാരിലേക്ക് ഭാരതത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ, ഭാരതം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് സ്വാമിജി ആ വീതിയിൽ ചെയ്തത്. I belong to a country where character makes a man, but I doubt I am in a country where tailor makes a man എന്നാണ് പറഞ്ഞത്. ചിന്തിക്കൂ, ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടതായ വിഷയം. ഈ ഭാഷ നമ്മുടെ ഭാരത സംസ്കാരം പഠിച്ചാൽ വരും. നമ്മൾ സംസാരിക്കുന്നത് ആ ഒരു പശ്ചാത്തലത്തിലാകുമ്പോൾ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ, ഇന്ന് ഞാൻ കുറച്ച് അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ കണ്ടിട്ടാണ് വരുന്നത്. ഒരു കാര്യം മുമ്പോട്ട് വയ്ക്കാൻ ഉള്ള അച്ചടക്കം, ആ സിസ്റ്റം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് പറഞ്ഞു കൊടുക്കാനും ആരുമില്ല. അഥവാ പറഞ്ഞു കൊടുത്താൽ കേൾക്കുന്നില്ല, അതിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ തയ്യാറാവുന്നില്ല, ചെയ്യാനായിട്ട് ജീവിതത്തിൽ സാധിക്കുന്നില്ല. അത് നമുക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് നമുക്ക് ഭാഷയ്ക്ക് വേണ്ടുന്ന രീതിയിലുള്ള ഒരു പ്രചോദനം കൊടുത്തുകൊണ്ട് കുഞ്ഞുങ്ങളെ ഭാഷ നന്നായി സംസാരിക്കാൻ പഠിപ്പിക്കണം. അതിന് കുടുംബത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാകണം. അപ്പോൾ 6 ഭായിൽ ആദ്യത്തെ ഭായാണ് ഇപ്പോൾ പറഞ്ഞത് ഭാഷ. നല്ല ഭാഷ സംസാരിക്കുക. നിങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ അതിലേക്ക് ആകർഷിതമാകണം. അങ്ങനെയുള്ള ഭാഷ സംസാരിക്കുക. ഭാഷ. അടുത്തത് ഭൂഷ. ഭൂഷ എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. നമ്മൾ ധരിക്കുന്ന വസ്ത്രം അത് എപ്പോഴും വൃത്തിയുള്ള വസ്ത്രമായിരിക്കണം. നമ്മൾ വലിയ എന്താ പറയുന്നത്, വലിയ നല്ല സുന്ദരമായ വസ്ത്രങ്ങൾ, എന്താന്ന് പറയുന്നത്, തിളങ്ങുന്ന വസ്ത്രങ്ങൾ ധരിക്കണമെന്നുള്ളതല്ല അർത്ഥം. പക്ഷെ എന്താണോ ധരിക്കുന്നത് അത് വൃത്തിയുള്ളതാവട്ടെ. എന്താണോ നിങ്ങൾ ധരിക്കുന്നത് അത് നല്ല വസ്ത്രമാവട്ടെ. പിന്നെ നമ്മുടേതായ, നമ്മുടെ സംസ്കാരത്തിനുതകുന്നതായ വസ്ത്രധാരണം നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മുടെ കുടുംബത്തും ഉണ്ടാവണം. കുറഞ്ഞ പക്ഷം നമ്മുടെയൊക്കെ ഓരോ ഉത്സവങ്ങൾക്കും, നമ്മൾ നടത്തുന്ന അമ്പലങ്ങളിലെ ഉത്സവങ്ങൾക്കോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നടക്കുന്ന നല്ല കാര്യങ്ങളുടെ ഒക്കെ സമയത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടേതായ പാരമ്പര്യമായ വസ്ത്രധാരണം അവർക്ക് കൊടുക്കുക. ഇത് കേരളത്തിൽ മിക്കവാറും നമുക്ക് കണ്ടുവരുന്ന ഒരു സംഭവമാണ്. നല്ല വസ്ത്രധാരണം നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഉണ്ട്. ചില വ്യത്യാസങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. അത് വീണ്ടും മാറ്റിയെടുത്ത് നമ്മുടേതായ വസ്ത്രധാരണത്തിലേക്ക് വന്നാൽ തീർച്ചയായിട്ടും വസ്ത്രവും നമ്മുടെ മാനസിക അവസ്ഥയെ ബാധിക്കും. നല്ല വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ, വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ, വേണ്ടുന്ന രീതിയിൽ ധരിക്കുമ്പോൾ അതിൻ്റെതായ വ്യത്യാസം നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ അതിൻ്റെതായ നമ്മുടെ പ്രവൃത്തികളും മാറിക്കിട്ടും. അപ്പോൾ വസ്ത്രധാരണം, ഭാഷ, ഭൂഷ, വസ്ത്രധാരണം വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സമ്പദമാണ്. എങ്ങനെങ്കിലുമുള്ള വസ്ത്രങ്ങൾ ധരിച്ച് എവിടെയെങ്കിലും പോയി ഇരിക്കുക എന്നതല്ല, മറിച്ച് നല്ല വസ്ത്രം കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ കുടുംബത്തിലെ ഓരോ വ്യക്തികളും ആ കുഞ്ഞുങ്ങളുടെ മുമ്പിലോ അല്ലെ കുടുംബ അന്തരീക്ഷത്തിലോ എങ്ങനെയായിരിക്കണം നമ്മുടെ വസ്ത്രധാരണം. ഇത് വളരെ വളരെ നമ്മൾ ചിന്തിക്കേണ്ടതായ ഒരു വിഷയമാണ്. അതെല്ലാവരും ശ്രദ്ധിച്ചാൽ നമ്മുടെ കുടുംബത്തിൻ്റെ അന്തരീക്ഷം മാറിക്കിട്ടും. അപ്പോൾ ഭാഷ, ഭൂഷ. അടുത്തത് ഭജൻ, ഭോജൻ. നമുക്ക് വളരെ അത്യാവശ്യമുള്ള 2 ഘടകങ്ങളാണ് ഭജൻ. ഭജൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്കിവിടെ നല്ലൊരു ഭജന സന്ധ്യ ഉണ്ടായിരുന്നു അല്ലേ? എല്ലാവരും നമ്മൾ കുറച്ചു മുമ്പേ നിങ്ങളൊക്കെ ഇവിടെ വന്നിരുന്ന് കേട്ട് കാണും. നല്ല സുന്ദരമായ ആലാപനങ്ങളുണ്ടായിരുന്നു, കീർത്തനങ്ങളുണ്ടായിരുന്നു. ഈ ഭജനമെന്ന് പറയുമ്പോൾ
ഭജനങ്ങൾ പാടുക അല്ലെങ്കിൽ ഭക്തിഗാനങ്ങൾ പാടുക എന്ന് മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ നല്ല വിഷയങ്ങൾ എടുത്ത് പഠിക്കുക, ചിന്തിക്കുക. നമ്മുടെ രാമായണം മഹാഭാരതം പോലുള്ള കാര്യങ്ങൾ, അല്ലെ നമ്മുടെ സ്തോത്രങ്ങൾ എത്രയോ, വിഷ്ണു സഹസ്രനാമം, ലളിത സഹസ്രനാമം, ഇതൊക്കെ ചൊല്ലണമെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് നല്ല പ്രാക്ടീസ് വേണം, നാക്കിന് നല്ല കഴിവ് വേണം. അത് നല്ല രീതിയിൽ അവരെ ചൊല്ലാൻ പഠിപ്പിച്ചാൽ, അവർക്ക് അങ്ങനെയുള്ള ശക്തി കൊടുത്താൽ, അവരെ പഠിപ്പിച്ചാൽ അവരും നല്ല രീതിയിൽ അതൊക്കെ ചൊല്ലും. അപ്പോൾ അങ്ങനെയുള്ള ഭജനങ്ങൾ, അതായത് പാട്ടുകൾ മാത്രമല്ല, അതിനകത്ത് ചർച്ചയും ഉണ്ടാവും. അപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. മഹാരാഷ്ട്രയിലെ ഒരു യാത്രക്കിടയിലാണ് ഇത് കേൾക്കാൻ സാധിച്ചത്. ഒരു നല്ല ഭജനം, അതിൽ ശിവന്റെ ഭജനമാണ്. ശങ്കര ശങ്കര പാർവതി മഹേശ്വര എന്നുള്ളൊരു ഭജനം. ആ ഭജനത്തിൽ നീലകണ്ഠ ശൂലധാരി എന്നൊരു ഒരു വരിയുണ്ട്. നീലകണ്ഠ ശൂലധാരി. അന്ന് ആ ഭജനത്തിന് ശേഷം ആ കുടുംബത്തിലെ മുതിർന്ന വ്യക്തി നീലകണ്ഠ എന്ന ഭഗവാന്റെ, നീലകണ്ഠൻ എന്ന പേരിനെ പറ്റി അവിടെ ചർച്ച ചെയ്തു. നീലകണ്ഠൻ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ കഴുത്ത് നീലയാണ്. എന്താണ് ആ നീലയാകാൻ കാരണം? അപ്പോൾ ഭഗവാൻ എന്താ പറയുന്നത്, നമ്മുടെ എന്താ പറയുക, സമുദ്രമന്ഥനത്തിന് ശേഷം വന്ന അമൃതിനു മുമ്പായിട്ട് കാളകൂട വിഷമാണ് വന്നത്. ആ വിഷം ഭഗവാൻ എടുത്തു എന്നാണ് പറയുന്നത്. പക്ഷെങ്കിൽ ആ വിഷം ഉള്ളിൽ പോവാതെ കഴുത്തിൽ വെച്ചു. അതുകൊണ്ടാണ് കഴുത്ത് നീലയായത്. വെളിയിൽ തുപ്പിക്കഴിഞ്ഞാൽ ഈ പൃഥ്വി, അതായത് ഈ ഭൂമി തന്നെ നശിച്ചു പോകും. ഉള്ളിലേക്ക് പോയാൽ സ്വന്തം നശിക്കും. പക്ഷെ അങ്ങനെ പോവാതെ കഴുത്തിൽ വെച്ചത് കൊണ്ടാണ് ഭഗവാൻ നീലകണ്ഠനായത് എന്ന് പറഞ്ഞുകൊണ്ട് ആ കുടുംബത്തിൽ ഒരു വലിയ ചർച്ച നടന്നു. ഈ കുടുംബങ്ങളിലും നമുക്കിങ്ങനെയുള്ള നീലകണ്ഠന്മാരെ ആവശ്യമാണ്. എന്ത് പറയണം, എന്ത് പറഞ്ഞുകൂടാ. നോക്കൂ, ഒരു ചെറിയ ഭജനത്തിൽ നിന്ന് എത്ര വലിയൊരു കൺസെപ്റ്റ് അന്ന് ആ കുടുംബത്തിൽ ചർച്ചയുണ്ടായി. അതായത് പല കാര്യങ്ങളും നമ്മൾ കുടുംബത്തിൽ ചർച്ച ചെയ്യുമ്പോൾ എന്ത് പറയണം, വെളിയിൽ തുപ്പിക്കഴിഞ്ഞാൽ കുടുംബം നശിക്കും, പറയാൻ പാടില്ല. അകത്തേക്ക് ഇറക്കി കഴിഞ്ഞാൽ സ്വന്തം നശിക്കും, അതവിടെ കണ്ടത്തിൽ തന്നെ വെച്ചോളൂ. അതാണ് ഈ ഒരു കൺസെപ്റ്റിൽ നിന്ന് മനസ്സിലാക്കേണ്ടതെന്ന് ആ കുടുംബത്തിൽ അന്ന് ചർച്ചയുണ്ടായി. അപ്പോൾ ഭജനം എന്ന് പറയുമ്പോൾ പാട്ട് പാടുക മാത്രമല്ല, അല്ലെങ്കിൽ ഭക്തിഗീതങ്ങൾ ആലപിക്കുക മാത്രമല്ല, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുകയും കൂടിയാണ്. നല്ല ഒരു കുടുംബ അന്തരീക്ഷം ഉണ്ടാവണമെങ്കിൽ ഇത് വളരെ വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ ഭജന കീർത്തനങ്ങൾ, പണ്ടൊക്കെ സന്ധ്യാനാമം ജപിക്കാതെ ഒന്നും മുമ്പോട്ട് പോകില്ല അല്ലേ? അത് വളരെ ആവശ്യമുള്ള ഒരു കാര്യമായിരുന്നു. അപ്പൂപ്പന്മാർ പറയും കൈയും കാലും മുഖം കഴുകുമെന്ന് വിളക്ക് കൊളുത്തി നാമം ജപിക്കണം. പക്ഷെ ഇന്ന് നമുക്ക് അതിനൊന്നും സമയമില്ല. നമുക്ക് ഭയങ്കര കഷ്ടതയാണ്. നമുക്ക് പഠിക്കണം എന്നുള്ള ഒരു ചിന്തയാണ്. യഥാർത്ഥത്തിൽ കുഞ്ഞുങ്ങൾ എത്ര നേരം പഠിക്കണം, എത്രമാത്രം ആവശ്യമുണ്ടെന്നൊക്കെ നമ്മൾ തീരുമാനിക്കേണ്ടതായ ഒരു സന്ദർഭമാണ് ഇന്ന് നമുക്ക് വന്നു ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭജനം, പിന്നെ ഭോജനം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, അമൃത ഭോജനമായിരിക്കണം. എന്ത് കഴിക്കണം, എന്ത് കഴിച്ചുകൂടാ. ഇത്ര മാത്രമല്ല, കുഞ്ഞുങ്ങൾ നമ്മുടെ മുമ്പിൽ വരുന്ന, അല്ലെ കുടുംബത്തിലത്തെ എല്ലാ ആൾക്കാരും മുമ്പിൽ വരുന്ന ഭക്ഷണത്തിന് മുമ്പിൽ കിട്ടുന്നുടനെ വാരി കഴിക്കാതെ കുറച്ചു നേരം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഭക്ഷണം നമുക്ക് തന്ന, ഈ ഭക്ഷണം നമ്മുടെ മുമ്പിൽ വരാൻ വേണ്ടി ഒരുപാട് പേര് അതിനു വേണ്ടി കഷ്ടപ്പെട്ടിരിക്കുന്നു. അവരെയൊക്കെ ഒന്ന് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആ ഭക്ഷണം ഭഗവാനെ, ഇത് ഭഗവാന് അർപ്പിച്ച നൈവേദ്യമാണ്. ആ നൈവേദ്യം ഇപ്പോൾ പ്രസാദ രൂപത്തിൽ ഞാൻ കഴിക്കുകയാണ്. ഇതെൻ്റെ ശരീരത്തിനും മനസ്സിനൊക്കെ പുഷ്ടി ഉണ്ടാക്കുന്നതായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഭക്ഷണം കഴിക്കുക. നമ്മുടെയൊക്കെ നാട്ടിൽ അതിപ്പോൾ വളരെ വിരളമായിരിക്കുകയാണ്. ഒന്ന് തൊട്ടു തൊഴാൻ പോലും സമയമില്ല. കിട്ടുന്നുടനെ എങ്ങനെയെങ്കിലും വാരി കഴിക്കുക. അത് വാരി കഴിക്കുന്നിടയ്ക്കോ മൊബൈൽ കയ്യിലുണ്ടാവും, അതിൽ നോക്കിക്കൊണ്ടായിരിക്കും കഴിക്കുന്നത്. ഇന്ന് നമ്മുടെ പല വീടുകളിലും കൊച്ചു കുഞ്ഞുങ്ങളെ ഊട്ടുന്നത് മൊബൈൽ കാണിച്ചുകൊണ്ടാണ്. അച്ഛനമ്മമാർ വളരെ വളരെ അഭിമാനത്തോടു കൂടിയാണ് പറയുന്നത്, മൊബൈൽ കാണിച്ചില്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിക്കില്ല. ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയത്? പണ്ട് എങ്ങനെയായിരുന്നു അച്ഛനമ്മമാർ ഭക്ഷണം കഴിപ്പിച്ചുകൊണ്ടിരുന്നത്? പ്രകൃതിയെ കാണിച്ചും പക്ഷികളെ കാണിച്ചും കഥകൾ പറഞ്ഞും ഒക്കെയായിരുന്നു ഊട്ടിക്കൊണ്ടിരുന്നത്. അതിനോടൊപ്പം ഒരുപാട് നല്ല കാര്യങ്ങൾ പോവുകയായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ കാണിക്കുന്ന എന്താ പറയാതെ ഒരു തരത്തിലുള്ള മനസ്സിനൊന്നും ശക്തി കൊടുക്കാത്ത തരത്തിലുള്ള കാർട്ടൂണും മറ്റുമാണ് നമ്മൾ ഇന്ന് കുഞ്ഞുങ്ങളെ കാണിക്കുന്നത്. അത് കാണുമ്പോൾ അവരുടെ വിചാരം ഇതാണ് ജീവിതമെന്നാണ്. അങ്ങനെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അതിൻ്റെ കുറ്റക്കാർ കുഞ്ഞുങ്ങളല്ല, നമ്മൾ തന്നെയാണ്. കുടുംബം നന്നാകണമെങ്കിൽ ഇത് നമ്മൾ ഇന്ന് ചിന്തിക്കണം. നമ്മുടെ കുടുംബത്ത് എന്ത് കൊടുക്കണം, എന്ത് കൊടുക്കണ്ട എന്ന് നമ്മൾ തീരുമാനിക്കണം. ഒരു രോഗി
ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ രോഗി പറയും എനിക്ക് ഇഞ്ചക്ഷൻ വേണ്ട, അല്ലെങ്കിൽ എനിക്ക് ഓപ്പറേഷൻ വേണ്ട. പക്ഷെങ്കിൽ ഒരു ഫിസിഷ്യൻ തീരുമാനിക്കും എന്താണ് നിങ്ങളുടെ ശരീരത്തിന് ആവശ്യം, അല്ലേ? അതല്ലേ ചെയ്യുക. നമ്മൾ ആഗ്രഹിക്കുന്നതാണോ അവർ ചെയ്യുന്നത്? യഥാർത്ഥത്തിൽ നമുക്ക് എന്താണ് ആവശ്യം അതാണ് ചെയ്യുക. അപ്പോൾ കുടുംബത്തിൽ നമ്മൾ തീരുമാനിക്കുക എന്ത് കൊടുക്കണം, എന്ത് കൊടുത്തുകൂടാ. അപ്പോൾ നമ്മുടെ ഭോജനം എന്ന് പറയുന്നത് ആ രീതിയിലായിരിക്കണം. എന്തായിരിക്കണം ഭോജനം ചെയ്യുന്ന അവസ്ഥയിൽ? ആ സമയത്തെങ്കിലും എല്ലാവരും, നിങ്ങളൊക്കെ തന്നെ, എല്ലാവരും തന്നെ ഈ മൊബൈൽ എന്ന് പറയുന്ന സാധനം ദൂരെ വയ്ക്കുക. ഒരിക്കലും മൊബൈൽ അടുത്ത് വെച്ചിട്ട് ഭക്ഷണം കഴിക്കരുത്. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മൊബൈൽ അറ്റൻഡ് ചെയ്യരുത്. ഇതൊന്നും ഇല്ലാത്ത സമയത്തും ഈ നാട് നടന്നില്ലേ, ഇനിയും നടക്കും. കുറച്ചു നേരമെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോഴെങ്കിലും സമാധാനമായിട്ടും ശാന്തിയായിട്ടും പ്ലേറ്റിൽ വന്നിരിക്കുന്നതെന്ന് രുചികരമായിട്ട് ആസ്വദിച്ച് കഴിക്കുക. അതല്ലെങ്കിൽ ഇച്ചിരി കഴിയുമ്പോൾ എന്താ കഴിച്ചതെന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടാ, അതെങ്ങനെയാണ് കഴിച്ചതെന്നും നമുക്കറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് നമുക്കിന്ന് വൈറസ് സംബന്ധമായ പല അസുഖങ്ങൾക്കും കാരണമാകുന്നതെന്നും കൂടി അറിയുക. അപ്പോൾ ഭജനം, ഭോജനം. ഇനി ഭവനം, ഭ്രമണം. അതാണ് 5ഉം 6ഉം ഭ. ഓർമ്മയുണ്ടല്ലോ അല്ലേ? ആദ്യത്തേത് ഭാഷ, ഭൂഷ, ഭജനം, ഭോജനം. ഇനി ഭവനം, ഭ്രമണം. ഭവനം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്, ഗൃഹം. അതെങ്ങനെയുള്ളതായിരിക്കണം? വീട്ടിൽ വന്ന് കയറുമ്പോൾ ഒരു വ്യക്തിക്ക് ആ വീട് കണ്ടാൽ എങ്ങനെയുള്ള ഒരു മാനസിക അവസ്ഥ ഉണ്ടാവണം? ആ വീടിൻ്റെ ഒരു സിസ്റ്റം, ആ വീട്ടിൽ കയറുമ്പോൾ ആ വീട്ടിലെ സാധനങ്ങളൊക്കെ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ അന്തരീക്ഷം എന്താണ്, അതിലൊരു പോസിറ്റീവ് വൈബ്രേഷൻ ഉണ്ടോ അതോ നെഗറ്റീവ് ആണോ വൈബ്രേഷൻ, അതാരാണ് തീരുമാനിക്കുന്നത്? ഒരു ഭവനം എങ്ങനെയായിരിക്കണം? അത് വളരെ സിസ്റ്റമാറ്റിക് ആയിരിക്കണം. ആ ഭവനത്തിൽ ഒരു നിലവിളക്ക് കൊളുത്തുമ്പോൾ ആ വീടിൻ്റെ അന്തരീക്ഷം ശുദ്ധമാകണം, ആ വീട് നന്നായിരിക്കണം. അങ്ങനെയുള്ള ഒരു ഭവനം. ഏത് തരത്തിലുള്ള ഫോട്ടോകൾ നമ്മുടെ കുടുംബത്തുണ്ടാവണം? കുഞ്ഞുങ്ങൾക്ക് ശക്തി കൊടുക്കുന്നതാണോ? ആ വീട്ടിലുള്ളവരെ നോക്കുമ്പോൾ മനസ്സെങ്ങനെയാകും? ചെറിയൊരു കഥ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു രാജാവ് ഉണ്ടായിരുന്നു, അദ്ദേഹത്തിനൊരു മകനുണ്ടായിരുന്നു. വളരെ ശാരീരികമായിട്ട് ഒന്നും ശക്തിയില്ലാത്തൊരു പയ്യൻ. ആഹാരമൊന്നും നന്നായി കഴിക്കില്ല. പല വൈദ്യന്മാരുടെ അടുത്ത് കൊണ്ടുപോയി നോക്കി, ഈ കുട്ടി ഒന്നും ആകുന്നില്ല. അടുത്ത യുവരാജാവാണ്, പക്ഷെ ശക്തിയില്ല, ശാരീരികമില്ല, മാനസികമില്ല, ബുദ്ധി വളരുന്നില്ല. ആകപ്പാടെ രാജാവിന് കഷ്ടമായ മനസ്സായി. എങ്ങനെയാണ് ഈ കുട്ടിക്ക് അടുത്ത രാജ്യം ഇവൻ്റെ കയ്യിൽ എങ്ങനെ ഏൽപ്പിക്കുക? അങ്ങനെ അദ്ദേഹം പലരെ വിളിച്ചു. അവസാനം ഒരു വൈദ്യൻ വന്നു. അവിടുത്തെ അന്തരീക്ഷമെല്ലാം നോക്കിയിട്ട് രാജാവിനോട് പറഞ്ഞു, എനിക്ക് നല്ല ഒരു ശില്പകാരനെ വേണം, നല്ല ഒരു ശില്പം നിർമ്മിക്കുന്ന ഒരു മനുഷ്യൻ ആവശ്യമാണ്. അങ്ങനെ രാജാവ് രാജ്യത്ത് പറയാണ്, ഒരു നല്ല ശില്പകാരൻ വേണം. അങ്ങനെ പല ശില്പകാരന്മാർ വന്നു. എന്നിട്ട് അവരെ കൊണ്ട് ശില്പങ്ങൾ ഉണ്ടാക്കി. ഒരു നല്ല ശില്പം ഒരു ശില്പകാരനുണ്ടാക്കി. അത് ഹനുമാൻജിയുടെ ശില്പമായിരുന്നു. വളരെ ശക്തിയേറിയ വീര ഹനുമാൻ ഇങ്ങനെ ഇരിക്കുന്ന, ഗദയും പിടിച്ചിരിക്കുന്ന ഒരു ശില്പം ഉണ്ടാക്കിയെടുത്തു. എന്നിട്ട് ആ വൈദ്യൻ എന്താണ് ചെയ്യുന്നറിയോ? ആ ശില്പം ഈ രാജകുമാരൻ്റെ ആ റൂമിൻ്റെ മുമ്പിലായിട്ട് ഈ ശില്പത്തെ സ്ഥാപിച്ചു. എന്നിട്ട് അയാൾ പറഞ്ഞു, 6 മാസം കഴിയുമ്പോൾ ഞാൻ വരും. ഈ പയ്യൻ രാവിലെ എപ്പോഴും കാണുന്നത് ഈ വീര ഹനുമാനെയാണ്. ഈ കാണുമ്പോൾ തന്നെ അവന് ആദ്യമൊക്കെ ഒരു ഭയങ്കര വെറുപ്പാണ് ഉണ്ടാകുന്നത്. കാരണം അവൻ വളരെ അശക്തനാണ്, ശാരീരികമായിട്ടും മാനസികമായിട്ടും അവനൊരു ശക്തിയില്ല. പക്ഷെ മെല്ലെ മെല്ലെ ഇവൻ ഇതിനെ നോക്കാൻ തുടങ്ങി. നോക്കി അവൻ ശരിക്കും കൈയൊക്കെ ഒന്ന് പൊക്കാൻ തുടങ്ങി, ഒന്ന് ബലം പിടിച്ച് നോക്കാൻ തുടങ്ങി. അങ്ങനെ അവന് വിശപ്പ് വന്നു, നന്നായി ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. മെല്ലെ മെല്ലെ ഈ കുട്ടി നല്ല ശക്തിശാലിയായി മാറി. 6 മാസത്തിന് ശേഷം വൈദ്യൻ തിരിച്ചു വന്നപ്പോൾ കുട്ടിയുടെ മെൻ്റൽ ആറ്റിറ്റ്യൂഡേ മാറി. അപ്പോൾ രാജാവിനും അതിശയം തോന്നി, എന്തായിരിക്കാം ഇതിന് കാരണം? അപ്പോഴാണ് വൈദ്യൻ പറയുന്നത്, നമ്മൾ കുട്ടികളുടെ മുമ്പിൽ എന്താണ് ആദർശം വയ്ക്കുന്നത്, അവരുടെ മാനസിക ശാരീരിക ബുദ്ധിക്കും ഒക്കെ ഉതകുന്നതായ, അവരെ വളർത്തുന്നതായ, അവർക്ക് ശക്തി കൊടുക്കുന്നതായ എന്തെങ്കിലും നമ്മൾ സ്ഥാപിക്കാറുണ്ടോ എന്ന് ചോദിക്കുന്നത്. അങ്ങനെ നമ്മൾ എന്താണോ നമ്മുടെ ഭവനങ്ങളിൽ സ്ഥാപിക്കുന്നത്, ഏത് രീതിയിലാണോ നമ്മുടെ ഭവനം വെച്ചിരിക്കുന്നത്, അത് നമ്മുടെ മാനസിക നിലയെ ഒരുപാട് ബാധിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മുടെ ഭവനം വൃത്തിയുള്ളതായിരിക്കണം, നല്ലതായിരിക്കണം. നല്ല രീതിയിൽ ആ ഭവനത്തിൽ ആരെങ്കിലും വന്നാൽ അതിലൊരു ഒരു പ്രത്യേക ഒരു അന്തരീക്ഷം നമുക്ക് സൃഷ്ടിക്കാനാവണം. അത് അമൃത കുടുംബത്തിന് വളരെ ആവശ്യമായ ഒരു ഘടകമാണ്. നമ്മുടെ ഭവനം വൃത്തിയായി സൂക്ഷിക്കുക. അതിലെല്ലാ കാര്യങ്ങൾക്കും ചിട്ടയുണ്ടാവണം. അടുക്കള എങ്ങനെയായിരിക്കണം? വളരെ വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, രാവിലെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാവും. എന്താ കാരണം എന്ന് വെച്ചാൽ, അടുക്കളയെ സിസ്റ്റമാറ്റിക് അല്ല.
അതായത് ഉപ്പും പഞ്ചസാരയും ഒരിടത്തായിരിക്കുന്നത്. അപ്പോൾ അമ്മ രാവിലെ ധൃതി പിടിച്ചിട്ടപ്പോൾ ഉപ്പിന് പകരം പഞ്ചസാര ഇട്ടു, എല്ലാം തെറ്റി. പിന്നീട് എല്ലാം വീണ്ടും ഉണ്ടാക്കണം. പിന്നെ ദേഷ്യമായി, വലിച്ചെറിയലായി, അവിടെ ആകെപ്പാടെ കോലാഹലമായി. എന്താ കാരണം? സിസ്റ്റമാറ്റിക് അല്ല. ഈ ധൃതിക്കിടയിൽ എന്താ ചെയ്യുന്നതെന്ന് അറിയില്ല, മനസ്സ് കലുഷിതമാണ്, ശാന്തമല്ല. ഈ സമയത്തൊക്കെ ഈ സിസ്റ്റമാറ്റിക് ജീവിതം അല്ലാത്തത് കൊണ്ട് ഒരുപാട് സമയം നമുക്ക് വേസ്റ്റ് ആകുന്നു. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സമയമില്ലെന്ന്. നമുക്ക് സമയമില്ലാത്തതിൻ്റെ പുറകിലുള്ള കാരണം തന്നെ നമ്മുടെ ജീവിതം ഒരു സിസ്റ്റമാറ്റിക് അല്ല. അപ്പോൾ നമ്മുടെ ഭവനത്തിൽ ഇതെല്ലാം ഒരു ചിട്ടയോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് സമയം നമുക്ക് സൂക്ഷിച്ചെടുക്കാൻ പറ്റും, നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അങ്ങനെ സമയമുണ്ടെങ്കിൽ നമുക്ക് പല നല്ല കാര്യങ്ങളും ചെയ്യുവാൻ പറ്റും. അതുകൊണ്ട് നമ്മുടെ ഭവനം ഒരു നല്ല ഭവനമായി മാറട്ടെ. അതിലൊരു കുറച്ച് നല്ല കാര്യങ്ങൾ, അതായത് മനസ്സ് വികസിക്കണം, മനസ്സ് സങ്കുചിതമാകരുത്. സ്വാമി വിവേകാനന്ദൻ നമ്മളെ ഓർമ്മിപ്പിച്ചിരിക്കുന്നത് എക്സ്പാൻഷൻ ഈസ് ലൈഫ്, കോൺട്രാക്ഷൻ ഈസ് ഡെത്ത്. ദ മോർ യു എക്സ്പാൻഡ്, ബെറ്റർ വിൽ ബി യുവർ ലൈഫ്. ദ മോർ യു കോൺട്രാക്ട് യുവർ സെൽഫ്, ഐ, മൈൻ, ഈ ചിന്താഗതി, ഞാനും എൻ്റേതും എന്ന് മാത്രമുള്ള ഇടുങ്ങിയ ചിന്താഗതി നമ്മളെ മരണത്തിലേക്ക് നയിക്കും. നമ്മുടെ മനസ്സ് വികസിക്കണം. അവർക്ക് വികസിക്കാനുള്ള അവസരം കൊടുക്കണം. അവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് പലപ്പോഴും അവർക്ക് ഈ ലെക്ചറൊന്നും അധികം ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. പക്ഷെ അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കൊടുത്താൽ, അവരുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ കൊടുത്താൽ, കൊണ്ടു നടന്ന് കാണിച്ചാൽ. ഞാൻ ഒരു കുടുംബത്തിൽ ചെന്നപ്പോൾ അവിടുത്തെ അച്ഛൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ, കുഞ്ഞുങ്ങളെ കൊണ്ട് ആശുപത്രികളിൽ പോകും പോലും. അവധി ദിവസങ്ങളിൽ അച്ഛൻ അവധി ദിവസം കിട്ടുമ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ട് ആശുപത്രിയിൽ പോകും. അമ്മ പൊതിച്ചോറ് ഉണ്ടാക്കി കൊടുക്കും. എന്നിട്ട് അവർ ക്യാൻസർ പേഷ്യൻസിനെ കാണാൻ പോകുമെന്ന് അച്ഛൻ പറഞ്ഞു. അച്ഛൻ കുഞ്ഞുങ്ങളെ കൊണ്ട് പോകുമ്പോൾ ഈ കുഞ്ഞുങ്ങളെ, അവരുടെ വീട്ടിൽ 4 കുഞ്ഞുങ്ങളുണ്ട്, ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് പോകുമ്പോൾ അവരെ പല രോഗികളുടെ അടുത്ത് വിട്ടിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കുക മാത്രമല്ല, അവരുടെ അടുത്തിരുന്ന് സംസാരിക്കാൻ കൊടുക്കും. അവരുടെ വേദനകളെ അറിയാൻ ശ്രമിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കൂ. എംപത്തറ്റിക് ആറ്റിറ്റ്യൂഡ് എന്ന് ഇംഗ്ലീഷിൽ നമ്മൾ പറയും. കുഞ്ഞുങ്ങളുടെ അകത്ത് മറ്റുള്ളവർക്ക് വേണ്ടി സഹാനുഭൂതി സൃഷ്ടിക്കണം എങ്കിൽ അവർക്ക് അങ്ങനെയുള്ള അനുഭവങ്ങൾ കൊണ്ട്, അത്യാഹിത വാർഡുകൾ കൊണ്ട് കാണിക്കും. അപകടങ്ങൾ വരുന്നു. അപകടങ്ങൾ എങ്ങനെയാണ് വരുന്നത്? കുഞ്ഞുങ്ങൾ എന്തുകൊണ്ട് ശ്രദ്ധിക്കണം? എങ്ങനെ വണ്ടികൾ ഓടിക്കണം? ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ അതിലൂടെ പഠിപ്പിക്കുവാൻ സാധിക്കുന്നു. ആ അച്ഛൻ വൈകുന്നേരം അവർ തിരിച്ചു വരുമ്പോൾ ആ കുടുംബത്ത് ഒരു നല്ല ചർച്ചയാണ്. എങ്ങനെയാണ് ഇന്നത്തെ അനുഭവം, എന്താണ് കുഞ്ഞുങ്ങൾക്ക് പറയാൻ കൊടുക്കുക. അപ്പോൾ ആണ് ആ വീട്ടിലൊരു പ്രത്യേക രീതിയിലുള്ള ഒരു ജീവിതമാണ്. എന്ത് രസമെന്നറിയുമോ? ഇതിവിടെ അല്ലേ ഇതൊക്കെ ഞാൻ പറയുന്നത്, പല വെളിയിലുള്ള വീടുകളിലെ കഥകളാണ് പറയുന്നത്. ഇങ്ങനെയുള്ള കഥകൾ കിട്ടുമ്പോൾ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ, കുഞ്ഞുങ്ങൾക്ക് അവരുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും അനുഭവിച്ചറിയുവാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചു കൊടുക്കുക. പലതും നമുക്ക് പാഠ്യപുസ്തകങ്ങളിലൂടെയോ നമ്മളുടെ ഉപദേശങ്ങളിലൂടെയോ അല്ലാതെ അവർക്ക് അനുഭവിച്ചറിയാനുള്ള തരത്തിലുള്ള ഭ്രമണങ്ങൾ. അതുപോലെ തന്നെ ഇപ്പോൾ ഞങ്ങൾ പറയായിരുന്നു, വിവേകാനന്ദ ശിലാസ്മാരകം, വിവേകാനന്ദ പാറ കാണാനായിട്ട് പലരും പോകാറുണ്ട്. ആ പാറയോടനുബന്ധിച്ച് വിവേകാനന്ദ കേന്ദ്രം എന്നൊരു മഹത്തായ ഒരു സംഘടന ഉണ്ട്. അവിടെ ഒരുപാട് പേർ അവരുടെ ജീവിതം കൊടുത്ത് നമ്മുടെ ദേശത്തിന് വേണ്ടി സേവനം ചെയ്യുന്നുണ്ട്. ആ വിവേകാനന്ദ കേന്ദ്രം എന്ന ഈ സ്ഥാപനത്തിൻ്റെ മുഖ്യാലയം, ഹെഡ്ക്വാർട്ടേഴ്സ് കന്യാകുമാരിയിലാണ്. അവിടെ പോയി ഒരു 110ഓളം ഏക്കർ സ്ഥലത്ത് ഒരുപാട് നല്ല കാര്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ കിട്ടും. രാമായണ ദർശനം എന്ന് പറഞ്ഞിട്ട് 108 പാനലിൽ രാമായണം വളരെ സുന്ദരമായിട്ട് അവിടെ കാണിച്ചിരിക്കുന്നുണ്ട് ആ പാനലുകളിലൂടെ. അതുപോലെ തന്നെ ഭാരത് മാതാ സദനമുണ്ട്. അവിടെ സുന്ദരമായ ഒരു ഭാരത് മാതാവിൻ്റെ സദനം. ഇതൊക്കെ കുഞ്ഞുങ്ങൾക്ക് കണ്ടാൽ അറിവ് ലഭിക്കും. ഈ അറിവിലൂടെ ഇങ്ങനെയുള്ള ഭ്രമണങ്ങളിലൂടെ പല കാര്യങ്ങളും ഒരിടത്തിരുന്ന് നമ്മൾ ചർച്ച ചെയ്യാതെയും പറയാതെയും ഒക്കെ അവർക്ക് പഠിക്കുവാനുള്ള ഒരു അവസരം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ ഈ വിവേകാനന്ദ പാറയിൽ വിവേകാനന്ദ ശിലാസ്മാരകം പടുത്തുയർത്താൻ വേണ്ടി അതിൻ്റെ പുറകിലുള്ള ആ കഥകൾ വായിച്ചാൽ ഒരു കുഞ്ഞിന് ജീവിതത്തിൽ ഏത് വെല്ലുവിളിയെയും നേരിടാൻ സാധിക്കും. എങ്ങനെ സംസാരിക്കണം, എവിടെ സംസാരിക്കണം, എന്ത് സംസാരിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ വിവേകാനന്ദ ശിലാസ്മാരകത്തിൻ്റെ കഥ പഠിച്ചാൽ ഒരു വ്യക്തിക്ക് സ്വന്തം വ്യക്തിത്വത്തെ മനസ്സിലാക്കാനും ഈ വ്യക്തിത്വത്തിൻ്റെ ജീവിതത്തിൽ വരുന്ന ഏത് വെല്ലുവിളികളെയും നേരിടുവാനുമുള്ള ശക്തി കൊടുക്കുന്ന ഒരു സ്മാരകമാണ് വിവേകാനന്ദ ശിലാസ്മാരകം. അതൊരു നാഷണൽ മോണ്യുമെൻ്റ് ആണ്. അതായത് ഈ ദേശത്തിലുള്ള ഓരോ സ്റ്റേറ്റുകളും അതുപോലെ തന്നെ ഓരോ വ്യക്തികളും 1 രൂപ 2 രൂപ
കോൺട്രിബ്യൂഷൻ ചെയ്ത് മഹത്തായ ഇങ്ങനെ ഒരു വലിയ സ്മാരകം സ്വാമി വിവേകാനന്ദന് വേണ്ടി നിർമ്മിച്ചിരിക്കുന്നു. ആ കഥ നമുക്ക് അറിവ് പകർന്നു തരും. അപ്പം വെറുതെ പോയി കണ്ടിട്ട് വരികയല്ല, മറിച്ച് ഇതിന് പുറകിൽ എന്താണ് കഥ, അതിനെ ഒന്ന് റിസർച്ച് ചെയ്യാൻ, അതിനൊന്ന് മനസ്സിലാക്കാൻ കുഞ്ഞുങ്ങൾക്ക് അവസരം കൊടുക്കണം. അങ്ങനെയുള്ള ഭ്രമണങ്ങൾ, അങ്ങനെയുള്ള യാത്രകൾ, ഈ യാത്രകളിലൂടെ ജീവിതത്തെ പഠിക്കുക. വെറുതെ പോയിട്ട് തിരിച്ചു വരികയല്ല, മറിച്ച് ജീവിതത്തെ നേരിടാനും ജീവിതത്തിലുള്ള വെല്ലുവിളികളെ നേരിടാനും അവരെ ശക്തരാക്കാൻ നമുക്ക് സാധിക്കും. അല്ലെങ്കിൽ ഇന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു, ആ പ്രശ്നം വന്ന ഉടനെ എന്തായി, നമ്മൾ അവിടെ വീണു. ഒന്നുകിൽ ആത്മഹത്യ, അല്ലെങ്കിൽ ഡ്രഗ് അഡിക്ഷൻ. ഒരുപാട് സ്കൂളുകളിൽ ഞാനിപ്പോൾ നമ്മുടെ കേരളത്തിലും പോവുകയുണ്ടായി. പലയിടത്തും ടീച്ചേഴ്സ് നേരിടുന്ന പ്രശ്നങ്ങളാണ് കുഞ്ഞുങ്ങളുടെ ഡ്രഗ് അഡിക്ഷൻ, അവരുടെ മാനസികാവസ്ഥ. എന്തെങ്കിലും പറഞ്ഞാൽ ഗ്രഹിക്കാനുള്ള കഴിവില്ല. പറയുന്നു, പക്ഷേ കേൾക്കുന്നെങ്കിലും അത് അകത്ത് പോകുന്നില്ല. ഗ്രഹണശക്തി വളരെ കുറവാണ്, കേൾവി ശക്തി കുറവാണ്. ഇതൊക്കെയും കുഞ്ഞുങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് നമ്മുടെ സ്കൂളുകളിൽ അധ്യാപകർ പറയുക. അപ്പം ഇതിനൊക്കെ കാരണമെന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ വേണ്ടുന്ന രീതിയിൽ വളർത്തുകൊണ്ട് പോകുന്നില്ല. ഇന്ന് നമ്മുടെ കുടുംബങ്ങൾ സശക്തമായില്ല എങ്കിൽ നമ്മുടെ നാട് സശക്തമാകില്ല. കാരണം ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അല്ലെ, പ്രാധാന്യം അറിയിക്കുന്ന ഒരു ഘടകമാണ് നമ്മുടെ കുടുംബം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അമൃത കുടുംബ സങ്കല്പത്തെ പറ്റി നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പം ഈ സങ്കല്പം നമ്മളൊക്കെ നമ്മുടെ മനസ്സിൽ എടുക്കേണ്ടത് എന്തുകൊണ്ടെന്നാൽ, ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ഏത് വഴിക്കാണ് നയിക്കുന്നത്, പ്രശ്നങ്ങളെ നേരിടാൻ അവർക്ക് സാധിക്കുന്നുണ്ടോ. ഒരു കോളേജിൽ ചെന്നപ്പോൾ എനിക്ക് സ്വാമി വിവേകാനന്ദനെ പറ്റി സംസാരിക്കണമായിരുന്നു. അപ്പോൾ അവിടെ സംസാരിച്ചതിന് ശേഷം ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ഉണ്ടായിരുന്നു. ചോദ്യം ചോദിക്കാം, എന്ത് വേണമെങ്കിലും ചോദിക്കാം. അതെന്ന് പറഞ്ഞാൽ ചെറിയ കോളേജൊന്നുമല്ല, IIT കാൺപൂരിലാണ് ഇത് സംഭവം. അവിടെ ഞാൻ സംസാരിക്കുമ്പോൾ അത് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് അവിടെ ഉണ്ടായിരുന്നു. ആ പയ്യൻ ഒരു ചോദ്യം ചോദിച്ചു. എല്ലാം കേട്ട് കഴിഞ്ഞ് ചോദിച്ച ചോദ്യമാണ്, എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എനിക്ക് IIT കാൺപൂരിൽ അഡ്മിഷൻ കിട്ടുക എന്നതായിരുന്നു. അത് കിട്ടി. വാട്ട് ഈസ് നെക്സ്റ്റ്? I wanted admission in IIT കാൺപൂർ, I got it. What is next? അതായത് ഇനി ലക്ഷ്യമൊന്നുമില്ല, ലക്ഷ്യം കിട്ടിക്കഴിഞ്ഞു. ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു അവന്. അപ്പോൾ വാട്ട് ഈസ് ദ എയിം ഓഫ് യുവർ ലൈഫ് എന്ന ചോദ്യം ഞാൻ ചോദിച്ചപ്പോൾ അതിനുള്ള ആൻസർ ആയിരുന്നു, മൈ എയിം വാസ് ടു ഗെറ്റ് അഡ്മിഷൻ ഇൻ IIT കാൺപൂർ, ഐ ഗോട്ട് ഇറ്റ്, വാട്ട് ഈസ് നെക്സ്റ്റ്? ഇനി എന്താ ചെയ്യണ്ടേ? അപ്പോൾ ഞാൻ അവന് മറുപടിയായിട്ട് കൊടുത്തത് എൻ്റെ ഒരു അനുഭവമാണ്. വിവേകാനന്ദ കേന്ദ്രം അരുണാചൽ പ്രദേശ്, ആസാം, നാഗാലാൻഡ് ഇങ്ങനെയുള്ള ബോർഡർ ഏരിയയിൽ ഒരുപാട് വിദ്യാലയങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതിലൊരു വിദ്യാലയത്തിൽ പെൺകുട്ടികളോട്, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടികളോട് ഞാൻ ഈ ചോദ്യം ചോദിച്ചിരുന്നു, വാട്ട് ഈസ് ദ എയിം ഓഫ് യുവർ ലൈഫ്? നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? അപ്പോൾ അവിടെ ഒരു പെൺകുട്ടി പറഞ്ഞത്, ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് ചോദിച്ചു കഴിയുമ്പോൾ, ഐ ഹാവ് ടു ടെൽ യു, I want to be a good human being, a happy human being. That is the aim of my life. അതായത് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് എനിക്കൊരു നല്ല മനുഷ്യത്തിയാവണം, ഒരു സന്തോഷവതിയായ മനുഷ്യത്തിയാവണം. ജീവിതത്തിൻ്റെ ലക്ഷ്യം സന്തോഷം എന്നുള്ളതാണ്. അത് തന്നെയല്ല, ആ ജീവിതത്തിൽ മറ്റുള്ളവർക്കും എനിക്ക് സന്തോഷം കൊടുക്കുവാനാവണം, ഒരു നല്ല മനുഷ്യത്തിയാവണം. ബട്ട് മൈ പ്രൊഫഷണൽ എയിം ഈസ് ഐ വാണ്ട് ടു ബി ആൻ IAS ഓഫീസർ. ഒരു 7th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻറ്റ്, ഒരു പെൺകുട്ടിക്ക് ജീവിതത്തിൻ്റെ ലക്ഷ്യവും അവളുടെ പ്രൊഫഷണൽ എയിം, അതായത് നമുക്ക് ശാപ്പിടാനുള്ള പൈസ വേണ്ടേ, അതിനുള്ള കാര്യവും മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. അങ്ങനെയുള്ള വിദ്യാഭ്യാസം സ്കൂളുകളിൽ ലഭിക്കുന്നു. ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ് എന്നറിയണമെങ്കിൽ ഇത് നമ്മൾ പഠിപ്പിക്കണം. നമ്മുടെ സ്കൂളുകളിലും എത്രയോ വിദ്യാലയങ്ങളുണ്ട്. അതിൽ പഠിച്ചു വന്ന് ഇത്രയൊക്കെ സർട്ടിഫിക്കറ്റ് ലഭിച്ചതിന് ശേഷം ജീവിതത്തിൻ്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നേരിടാൻ സാധിക്കുന്നില്ല, അല്ലേ? നമുക്ക് വളരെ പ്രശ്നങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ. ഒരു കുട്ടി എഴുന്നേറ്റ് നിന്ന് വേറെ ചോദ്യം പറഞ്ഞു. ഇപ്പം ഞാനിത് ജീവിതത്തിൻ്റെ ലക്ഷ്യവും പ്രൊഫഷണൽ ലക്ഷ്യവും ഞാൻ നിങ്ങളോട് പറഞ്ഞു. അതുപോലെ വേറൊരു ചോദ്യം ചോദിച്ചത് ഒരു കുട്ടി, അവൻ പറയുന്നത് എന്താണെന്നറിയോ? ഞാൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്, IIT-യിൽ പഠിക്കുകയാണ്, ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്താ കാരണം? എല്ലാവരുടെ മുമ്പിൽ ഉറക്കെ പറഞ്ഞു. എന്താ കാരണം എന്നറിയോ? I was loving one girl and she cheated me. അതായത് ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു, അവൾ എന്നെ ചതിച്ചു, ഇനി എനിക്ക് മുമ്പോട്ട് ജീവിതമില്ല, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു? ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു. അവിടെ ഞാൻ സ്വാമി വിവേകാനന്ദനെ പറ്റിയായിരുന്നു സംസാരിച്ചത്. ഞാൻ സ്വാമിജിയെ പറ്റി തന്നെ പറഞ്ഞുകൊണ്ടൊരു ഉത്തരം ആ കുട്ടിക്ക് കൊടുത്തു. സ്വാമിജി അമേരിക്കയിൽ എത്ര വലിയ അറിയപ്പെട്ട വ്യക്തിയായി മാറി.
അല്ലേ? സ്വാമിജിയെ വളരെ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു സ്വാമിജിയെ. സ്വാമിജിയുടെ വ്യക്തിത്വത്തെ നോക്കിക്കൊണ്ട് ഒരു സ്ത്രീ ചെന്നിട്ട് സ്വാമിജിയോട് പറഞ്ഞു, സ്വാമിജി, ഐ വാണ്ട് ടു മാരി യു. ഒന്ന് ആലോചിച്ച് നോക്കൂ, വളരെ ചെറുപ്പക്കാരനായ യങ് സന്യാസി, ഇത്രയും വലിയ കീർത്തി പെട്ടവൻ, അതും സന്യാസിയുമായിട്ടുള്ള വേഷത്തിലുള്ളവൻ, അങ്ങനെയുള്ള ഒരു വ്യക്തിത്വത്തോട് ചെന്ന് ചോദിക്കാൻ ഒരു സ്ത്രീക്ക് സാധിച്ചു അവിടെ, അല്ലേ? ഫോറിൻ ലേഡി. അപ്പോൾ സ്വാമിജി എന്താണ് ആ സ്ത്രീയോട് പറഞ്ഞത്? ഉത്തരം. ഇവിടെയൊക്കെ ഐ ലവ് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ഫോൾ ഇൻ ലവ്, അല്ലേ? സ്നേഹത്തിൽ അങ്ങ് വീഴുകയാണ്. ഫോൾ ഇൻ ലവ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. അതായത് ആ പ്രേമത്തിൽ വീണുപോയി, പ്രേമത്തിൽ ഉയരുകയല്ല, വീഴുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വീണുപോയി എന്നാണ് പറയുന്നത്. അപ്പോൾ സ്വാമിജി എന്താ പറഞ്ഞത്? അമ്മേ, എന്തിനാ ഇത്രയും കഷ്ടപ്പെടുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് എന്നെ കല്യാണം കഴിക്കുന്നത് തോന്നുന്നത്? അപ്പോൾ പറഞ്ഞു, അങ്ങേപ്പോലൊരു കുഞ്ഞിനെ എനിക്ക് വേണം, അതാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ സ്വാമിജി പറഞ്ഞു, എന്തിനാ അമ്മേ ഇത്രയും കഷ്ടപ്പാട് ചെയ്യുന്നത്? അതിനെന്താ ഗ്യാരണ്ടി ഉള്ളത്? എന്നെ അങ്ങ് സ്വീകരിക്കൂ നിങ്ങളുടെ മകനായി എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീക്ക് മകനായിട്ട് സ്വാമി വിവേകാനന്ദൻ സംസാരിക്കുകയാണ്. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്താ സംഭവിക്കുന്നത്? ഏതെങ്കിലും ഒരു പെൺകുട്ടി വന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഏതൊരു പയ്യൻ വന്ന് പറഞ്ഞു, നമ്മൾ അതിൽ വീഴുന്നു. നമുക്ക് പിടിച്ചുയർത്താൻ അറിയുന്നില്ല. ഈ ഒരു വിദ്യാഭ്യാസം നമ്മൾ കൊടുക്കുന്നില്ല. നമ്മൾ അക്ഷരാഭ്യാസം മാത്രമേ കൊടുക്കുന്നുള്ളൂ. കുറേ സർട്ടിഫിക്കറ്റുകൾ നമുക്കുണ്ട്. അതുകൊണ്ടാണ് കേരളം ഈസ് എ ലിറ്ററേറ്റ് സ്റ്റേറ്റ്. 100% ഐ ഡോണ്ട് നോ, ബട്ട് ലിറ്ററേറ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? അക്ഷരാഭ്യാസമുണ്ട്. അതിനർത്ഥം വിദ്യാഭ്യാസമുണ്ടെന്നല്ല. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷീരനീര വിവേകം ഉണ്ടാവണം. എന്താണ് വെള്ളം, എന്താണ് പാല് എന്നറിയാനുള്ള ഹംസത്തിൻ്റെ ബുദ്ധി ഉണ്ടാവണം, അല്ലേ? എന്ത് ചെയ്യണം, എന്ത് ചെയ്തുകൂടാ, എന്തെടുക്കണം, എന്തെടുത്തുകൂടാ, എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിച്ചുകൂടാ എന്ന് അറിയുവാനുള്ള ശക്തി തീർച്ചയായിട്ടും നമുക്കുണ്ടാവണം. അങ്ങനെയുള്ള വ്യക്തിത്വങ്ങളെ നിർമ്മിക്കുന്ന യഥാർത്ഥ ഗൃഹങ്ങൾ, അതാണ് അമൃത കുടുംബങ്ങൾ. അങ്ങനെയുള്ള അമൃത കുടുംബങ്ങളിൽ അമൃതമായ കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ ഈ ഭാരതം സശക്തമാകും. ഈ ഭാരതത്തിലുള്ള എല്ലാ ശക്തിയും നമുക്ക് വെളിയിൽ കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെയുള്ള ശക്തി കൊടുക്കുവാൻ നമുക്കൊക്കെ ആവണം. അതായിരിക്കണം യഥാർത്ഥത്തിൽ നമ്മുടെ കുടുംബം, അതായിരിക്കണം നമ്മുടെ എന്താ പറയുക, നമ്മുടെ കുടുംബത്തിൻ്റെ അന്തരീക്ഷം. അങ്ങനെയുള്ള അമൃത കുടുംബങ്ങൾ ആയാൽ നമ്മുടെ ഭാരതം സശക്തമാകും. ഇന്നും അത് ശക്തിയിലേക്ക് ഉയരുകയാണ്. ഒരുപാട് കാര്യങ്ങളിൽ ഭാരതം മുമ്പിലേക്ക് വീണ്ടും ഉയർന്നുകൊണ്ട് വരുന്നു. പക്ഷെ നമ്മൾ ഇന്നും ചിന്തിക്കുന്നത് വളരെ സങ്കുചിതമായിട്ടാണ്. നമ്മൾ വളരെ സങ്കുചിതരാണ്. അത് ഓർക്കണം. സങ്കുചിതം നമ്മളെ മരണത്തിലേക്ക് കൊണ്ടുവരും. വികാസമാണ് ജീവൻ. എക്സ്പാൻഷൻ ഈസ് ലൈഫ്, കോൺട്രാക്ഷൻ ഈസ് ഡെത്ത് എന്നാണ് വിവേകാനന്ദ സ്വാമികൾ നമ്മളെ ഓർമ്മിപ്പിച്ചത്. അപ്പോൾ അത് വീണ്ടും കൊണ്ടുവരണമെങ്കിൽ അങ്ങനെയുള്ള അമൃത കുടുംബ സങ്കല്പം നമുക്കിന്ന് ആവശ്യമാണ്. വിവേകാനന്ദ കേന്ദ്രത്തെ പോലെയുള്ള സംഘടനകൾ അതിനാണ് മുമ്പോട്ട് വരുന്നത്. ഒരുപാട് കാര്യകർത്താക്കൾ അതിനുവേണ്ടി നമ്മളോടൊപ്പം വരുന്നു, കാര്യങ്ങൾ ചെയ്യുവാൻ തീരുമാനിക്കുന്നു. നമ്മുടെ ഈ പത്തനംതിട്ടയിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവണം. അതിനുവേണ്ടിയുള്ള മുന്നോട്ട് കാല് വെച്ചിരിക്കുകയാണ്. നമ്മൾ കാര്യങ്ങൾ ചെയ്യുവാൻ തുടങ്ങിക്കഴിഞ്ഞു. നിങ്ങളുടെയൊക്കെ സഹായങ്ങളുണ്ടെങ്കിൽ, നിങ്ങളുടെയൊക്കെ സഹകരണങ്ങളുണ്ടെങ്കിൽ ഓരോ കുടുംബത്തെയും നമുക്കിങ്ങനെ അമൃത കുടുംബമാക്കുവാൻ സാധിക്കും. സംസ്കാര സമ്പന്നരായ കുഞ്ഞുങ്ങളെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. നമ്മുടെ സമ്പന്നത എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരമാണ്. ആ സംസ്കാരം നമുക്ക് വളർത്തിക്കൊണ്ടുവരണം. അതിന് നമ്മളെല്ലാവരും ഒരുമിച്ച് ചേരണമെന്ന് ഈ വേദിയിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുവാനും നിങ്ങളോടൊപ്പം സംവദിക്കുവാനും എനിക്കൊരവസരം ഉണ്ടാക്കി തന്ന സ്പെഷ്യലി നമ്മുടെ രാജഗോപാൽജിയോട് എനിക്ക് പ്രത്യേകം നന്ദിയുണ്ട്. വിവേകാനന്ദ കേന്ദ്രത്തിൻ്റെ ഒരു പ്രതിനിധി ഇവിടെ വരുവാനും നിങ്ങളോട് സംവദിക്കുവാനും സാധിച്ചു. ഈ ഇരിക്കുന്ന എല്ലാ കസേരകളും, പ്രബുദ്ധരായ കസേരകൾ ഉയർന്നു വരട്ടെ. വരുന്ന ദിവസങ്ങളിൽ ഈ കസേരകൾ ഇങ്ങനെയല്ല, മനുഷ്യരാൽ നിറയുന്ന ഒരു ചേതനയുള്ള അമൃതങ്ങളായ മനുഷ്യരെ കൊണ്ട് നിറഞ്ഞ ഒരു സദസ്സായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി ചട്ടമ്പി സ്വാമികളെ പോലെയുള്ള നല്ല മനുഷ്യരുടെ ആ ഒരു ഓർമ്മ പുതുക്കിക്കൊണ്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നതല്ലേ. അപ്പോൾ അവരുടെയൊക്കെ പാദങ്ങളിലേക്ക് നമുക്ക് നമസ്കരിച്ചുകൊണ്ട് അങ്ങനെ ഒരു സങ്കല്പം എടുത്തുകൊണ്ട് നമ്മളൊക്കെ മുമ്പോട്ട് പോകണം. അങ്ങനെ ഒരു സശക്തമായ കുടുംബം ഉണ്ടായാൽ സശക്തമായ ഒരു സമൂഹം ഉണ്ടാവും. അതോടുകൂടി നമ്മുടെ രാഷ്ട്രത്തിന് ഇങ്ങനെയുള്ള ശക്തി തീർച്ചയായും ലഭിക്കും. അതിനൊക്കെ നമുക്കൊക്കെയും അനുഗ്രഹം ഉണ്ടാവട്ടെ, ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുന്നു. വീണ്ടും വിവേകാനന്ദ കേന്ദ്രം കന്യാകുമാരിയുടെ എല്ലാവിധമായ ഭാവുകങ്ങളും നേരുന്നു. ഇന്നത്തെ ആദ്യത്തെ ദിവസമാണ് നമ്മുടെ ഈ ഹിന്ദു മത മണ്ഡലത്തിൻ്റെ നമ്മുടെ തുടക്കം കുറിച്ചത്. ഇതിനിയും വരുന്ന ദിവസങ്ങളിൽ ഇനിയും നന്നാകാനാവട്ടെ. ഒരുപാട് നല്ല മനുഷ്യർ ഇവിടെ വരാൻ പോകുന്നുണ്ട് നമ്മളോട് സംവദിക്കാനായിട്ട്. അപ്പോൾ അവരുടെയൊക്കെ
അറിവ് നമുക്ക് ഉപയോഗപ്രദമാവട്ടെ എന്ന് വിവേകാനന്ദ കേന്ദ്രത്തിൻ്റെ ആശംസകൾ അറിയിച്ചുകൊണ്ട് വീണ്ടും ഈ സഭയ്ക്കും ഇതിൻ്റെ ഓർഗനൈസേഴ്സിനും എല്ലാവർക്കും എല്ലാവിധമായ നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാനിവിടെ എൻ്റെ വാക്കുകൾക്ക് വിരാമം ഇടുകയാണ്. ആശിക്കുന്നു, ആഗ്രഹിക്കുന്നു, അപേക്ഷിക്കുന്നു നമ്മുടെ കുടുംബങ്ങളൊക്കെ അമൃത കുടുംബങ്ങളായി ഈ ഭാരതത്തിൻ്റെ ശക്തി എല്ലായിടത്തും അറിയപ്പെടട്ടെ എന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരുപാട് നന്ദിയും ആശംസകളും അറിയിക്കുന്നു. ഹരി ഓം. മാന്യ രാധാ ദീദിക്ക് കൃതജ്ഞത